നിശിതമായ വിമർശനം സിനിമയിലൂടെ ഉയർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. എല്ലാ രീതിയിലും കനത്ത നഷ്ടം വ്യക്തിപരമായും വലിയ തോതിലുള്ള ഒരു നഷ്ടം ഇതിലൂടെ സംഭവിച്ചിരിക്കുന്നുവെന്നതാണ് കാണാൻ സാധിക്കുക. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊപ്പം അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുന്നു. മനുഷ്യസ്നേഹിയായ ഒരു കലാകാരനെയാണ് നമുക്ക് നഷ്ടമായിട്ടുള്ളത്. സാധാരണ മനുഷ്യരുടെ ജീവിതം കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ കഴിയുന്ന അതുല്യ പ്രതിഭയാണ് ശ്രീനിവാസൻ. സിനിമാ ലോകം തീർത്താൽ തീരാത്ത നഷ്ടത്തോടുകൂടിയുള്ള ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. എല്ലാ 2 ആഴ്ച കൂടുമ്പോൾ വീട്ടിൽ പോകും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ ഇരിക്കും. അപ്പോൾ വളരെ ബുദ്ധിയും ബ്രെയിനും ചിന്തകളൊക്കെ വളരെ ഷാർപ്പാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് മതിയായി എന്ന് പറഞ്ഞു. കാരണം കുറച്ച് നാളായിട്ട് അസുഖമായിട്ട് കിടക്കുകയാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു അത് നോക്കിയിട്ട് കാര്യമില്ല, നമുക്കിനി തിരിച്ചു വരാം. ഒരുപക്ഷെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇത്രത്തോളം അർത്ഥപൂർണമായി നർമ്മവും ആക്ഷേപവും ഉപയോഗിച്ച് ജനങ്ങളെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത ഒരു അഭിനേതാവും തിരക്കഥാകൃത്തും സംവിധായകനുമില്ല. നമസ്കാരം. മലയാളിയെ സ്വയം നോക്കി ചിരിക്കാൻ പഠിപ്പിച്ച ആ കണ്ണാടി ഉടഞ്ഞിരിക്കുന്നു. തൻ്റെ ഉടലിലെ ഓരോ കോശത്തെയും ഹാസ്യമാക്കി മാറ്റിയ, തൻ്റെ പോരായ്മകളെപ്പോലും കലയാക്കി മാറ്റിയ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ശ്രീ ഇനി ഓർമ്മ. തമാശകളുടെ വെടിക്കെട്ടുകൾക്കിടയിലും മാരകമായ സത്യങ്ങൾ ഒളിപ്പിച്ചു വെച്ച ആ പേനത്തുമ്പ് ഇനി ചലിക്കില്ല. ശ്രീനിവാസൻ എന്ന പേര് മലയാള സിനിമയിൽ വെറുമൊരു പേരല്ല, അതൊരു പാഠപുസ്തകമാണ്. ഗൾഫുകാരൻ്റെ സങ്കടങ്ങൾ വരവേൽപ്പിലൂടെയും തൊഴിൽരഹിതരായ സാധാരണ ചെറുപ്പക്കാരുടെ പോരാട്ടങ്ങൾ നാടോടിക്കാറ്റിലൂടെയും പറയുമ്പോൾ അതിൽ വെറും ചിരിയല്ല, പച്ചയായ ജീവിതം ഉണ്ടായിരുന്നു. ചിന്താവിഷ്ടയായ ശ്യാമളയിലൂടെ കപട ആത്മീയതയെയും കുടുംബ ബന്ധങ്ങളെയും അദ്ദേഹം കീറിമുറിച്ചു. നമ്മൾ കണ്ട എത്രയെത്ര മുഖങ്ങൾ. സന്ദേശത്തിലെ പ്രഭാകരനിലൂടെ നമ്മുടെ രാഷ്ട്രീയ ബോധത്തെ വിമർശിച്ച അദ്ദേഹം ഗൾഫ് ജീവിതം സ്വപ്നം കണ്ട ദാസനും വിജയനുമായി നമുക്കിടയിൽ നടന്നു. മഴയത്തും മുൻപേയിലെ കോളേജ് അധ്യാപകനായും ഉദയനാണ് താരത്തിലെ സൂപ്പർ സ്റ്റാർ സരോജ് കുമാറായും അറബിക് കഥയിലെ ക്യൂബ മുകുന്ദനായും അദ്ദേഹം പകർന്നാടിയ വേഷങ്ങൾ മലയാളിക്ക് മറക്കാനാവില്ല. മണിമുഴക്കത്തിലെ വയറൻ മൈക്കിൾ, യവനികയിലെ ചെല്ലപ്പൻ, മേളയിലെ ബാലൻ, പഞ്ചവടിപ്പാലത്തിലെ യാചകൻ, ചിദംബരത്തിലെ മുനിയാണ്ടി, ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് മുത്താരംകുന്ന് POയിലെ ദേവാനന്ദ്, സന്മനസ്സുള്ളവർക്ക് സമാധാനത്തിലെ SI രാജേന്ദ്രൻ, നാടോടിക്കാറ്റിലെ വിജയൻ, മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നുവിലെ വിശ്വനാഥൻ, ചിത്രത്തിലെ ഭാസ്കരൻ നമ്പ്യാർ, പിന്നെ തലയണ മന്ത്രത്തിലെ സുകുമാരനും ചമ്പക്കുളം തച്ചനിലെ ഭാർഗവനും ഒക്കെ ശ്രീനിവാസനിലൂടെ പ്രേക്ഷക ഹൃദയം കവർന്നത്. പാവം പാവം രാജകുമാരിലെ ഗോപാലകൃഷ്ണനും വടക്ക് നോക്കി യന്ത്രത്തിലെ തളത്തിൽ ദിനേശനും ഇന്നും മലയാളി മനസ്സിൻ്റെ പ്രശ്നങ്ങളാണ്. സാധാരണക്കാരൻ്റെ രാഷ്ട്രീയവും മധ്യവർഗക്കാരൻ്റെ അരക്ഷിതാവസ്ഥയും ഇത്രമേൽ സത്യസന്ധമായി തിരക്കഥയിൽ ആവാഹിച്ച മറ്റൊരെഴുത്തുകാരനുണ്ടോ എന്നത് സംശയമാണ്. കറുത്ത ഹാസ്യത്തിലൂടെ ലോകോത്തര നിലവാരമുള്ള സിനിമകൾ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചു. വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുകയും അതേ വാക്കുകൾ കൊണ്ട് തന്നെ ചിരിപ്പിക്കുകയും ചെയ്ത വിസ്മയമാണ് ശ്രീനിവാസൻ. ശ്രീനിവാസൻ എന്ന അതുല്യ പ്രതിഭ കടന്നു പോകുമ്പോൾ ഇന്നത്തെ ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത് ആ കലാകാരൻ്റെ മലയാള സിനിമയിലെ പ്രസക്തിയാണ്. ശ്രീനിവാസൻ സിനിമകൾ മലയാളികളുടെ സാമൂഹ്യ ജീവിതത്തിൽ എന്ത് സംഭാവന ചെയ്തു എന്നതിനെക്കുറിച്ചാണ് ചർച്ച. മരിക്കാത്ത നൂറുകണക്കിന് കഥാപാത്രങ്ങളെ ബാക്കി വെച്ച് അദ്ദേഹം മടങ്ങുമ്പോൾ മലയാള സിനിമയുടെ ഒരു വലിയ അധ്യായമാണ് പൂർത്തിയാകുന്നത്. ഇന്ന് ചർച്ചയിൽ ചേരുന്നവർ: പ്രമുഖ ചലച്ചിത്ര സംവിധായകൻ, മുൻ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കൂടിയായ കമൽ, ചലച്ചിത്ര താരവും ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയായ ഭാഗ്യലക്ഷ്മി,
രാഷ്ട്രീയ പ്രവർത്തകൻ, CPIM നേതാവ്, DYFയുടെ പ്രമുഖ നേതാവ് ഡോക്ടർ ഷിജു ഖാൻ. ഏറ്റവും ആദ്യം ഭാഗ്യലക്ഷ്മി, ശ്രീനിവാസൻ മായുമ്പോൾ എങ്ങനെ ആണിപ്പോൾ ഭാഗ്യലക്ഷ്മി ഈ ചർച്ച തുടങ്ങി വെക്കുക? ശ്രീനിയേട്ടൻ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു വ്യക്തിയാണ് എനിക്ക് എൻ്റെ സിനിമാ ജീവിതത്തിൻ്റെ ആരംഭഘട്ടം മുതൽ എൻ്റെ ഒരു സൗഹൃദമായിരുന്നു ശ്രീനിയേട്ടൻ. 1972 ഞാൻ ആദ്യമായിട്ട് ശ്രീനിയേട്ടനെ കാണുന്നത്. ഈ പറഞ്ഞ ആദ്യത്തെ സിനിമ മണിമുഴക്കം എന്ന സിനിമയുടെ ഡബ്ബിങ്ങിന് വാസു സ്റ്റുഡിയോയിൽ പോയപ്പോഴാണ് ആ സിനിമയിൽ ശ്രീനിയേട്ടൻ ഒരു കഥാപാത്രം, നമ്മുടെ ഹരികേശൻ തമ്പി എന്ന ഹരി നായകനും മറ്റൊരു ചെറിയ കഥാപാത്രം ശ്രീനിയേട്ടനും ആയിരുന്നു. അവിടെ വെച്ചാണ് ഞാൻ ശ്രീനിയേട്ടനെ ആദ്യമായിട്ട് കാണുന്നത്. ഒരു മെലിഞ്ഞ ഒരു പയ്യൻ. അപ്പം അവിടെ ഇങ്ങനെ വെറുതെ വന്ന 1-2 സീനൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഡബ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ പരസ്പരം പരിചയപ്പെട്ടു. അങ്ങനെയാണ് ആദ്യമായിട്ട് ശ്രീനിയേട്ടനെ കാണുന്നത്. അതിനുശേഷം പിന്നെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഇന്ന് രാവിലെ അതിനെക്കുറിച്ച് എഴുതിയിരുന്നു. ഒരു ലേഖനം ഞാൻ എഴുതിയിരുന്നു. കുറേ ദിവസം കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ കോടമ്പക്കം തന്നെ ഗംഗയമ്മൻ കോവിൽ സ്ട്രീറ്റിൽ താമസിക്കുമ്പോൾ ഞാനും വല്യമ്മയും കൂടെ റോഡിലിങ്ങനെ മാർക്കറ്റിലേക്ക് നടന്നു പോകുമ്പോൾ ശ്രീനിയേട്ടൻ്റെ ഓപ്പോസിറ്റിൽ ഇങ്ങനെ വന്നു. അപ്പോൾ ഇവിടെയാണോ താമസിക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു അതാ ഇവിടെയാ. ഞാനിവിടെ അടുത്താട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരും, ഒരു ചായയൊക്കെ കുടിച്ചിരുന്ന് വർത്തമാനം പറയും. ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നൊരു സമയമായിരുന്നു അത്. മദ്രാസിൽ ഞങ്ങളെല്ലാവരും തന്നെ അങ്ങനെ കോടമ്പക്കത്തെ പിന്നെ പൈപ്പ് വെള്ളം കുടിക്കാത്ത കലാകാരന്മാർ ഇല്ല എന്ന് തന്നെ പറയാം. അങ്ങനെ ഞങ്ങളെല്ലാവരും കഷ്ടപ്പെട്ടാണ് അവിടെ ജീവിച്ചിരുന്നത്. അങ്ങനെ ശ്രീനിയേട്ടൻ ഒരുപാട് അവസരങ്ങൾക്ക് വേണ്ടി പലരെയും കാണുകയൊക്കെ ചെയ്ത് ഇങ്ങനെ ഒരു കാലം അങ്ങനെ കുറേ പോയി. ഞാൻ കുറേശ്ശെ ഡബ്ബിങ്ങൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ഞാൻ കാണുന്നത് 79 സംഘഗാനം എന്ന് പറയുന്ന, അപ്പോൾ ആദ്യത്തെ മണിമുഴക്കവും സംഘഗാനവും PA ബക്കർ സാർ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു. മണിമുഴക്കത്തിൽ ഞാൻ ഒരു ചെറിയ കുട്ടിക്കാണ് ഡബ് ചെയ്തതെങ്കിൽ 79 ഞാൻ അതിലെ 2 നായികമാരിൽ ഒരു നായികയുടെ ശബ്ദമായിരുന്നു. ആ സിനിമയ്ക്ക് വേണ്ടി എന്നെ ശുപാർശ ചെയ്തത് ശ്രീനിയേട്ടനായിരുന്നു. അങ്ങനെ ഞാനത് ഡബ് ചെയ്ത് ഞങ്ങൾ കുറേ കൂടെ സൗഹൃദം അങ്ങനെ അടുത്തു. പിന്നെ അങ്ങനെ കുറേ കാലം ഞങ്ങൾ നല്ല സൗഹൃദത്തിൽ ഇങ്ങനെ പോയി. വലിയ ദൂരമുണ്ട് അന്നത്തെ ശ്രീനിവാസനിൽ നിന്ന് ഇന്നത്തെ ശ്രീനിവാസനിലേക്ക്. ഭാഗ്യലക്ഷ്മി പറയുന്ന ആ ഒരു പറച്ചിലിൽ തന്നെ മലയാളിക്കത് കിട്ടുന്നുണ്ട്. ആ ശ്രീനിവാസനാണോ ഇന്നത്തെ ഈ ശ്രീനിവാസൻ? അത് പലരുടെയും ജീവിതത്തിൽ അത്തരം വ്യത്യാസങ്ങളുണ്ടാകാം. പക്ഷേ നോക്കൂ, ആ ശ്രീനിവാസനാണ് 2 സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്ത ആ സിനിമകളിലെ നായികയുടെ ശബ്ദം ഭാഗ്യലക്ഷ്മിയുടേതാണ് എന്ന് തീരുമാനിച്ചത്. ഭാഗ്യലക്ഷ്മിയാണ് പാർവതിക്കും സംഗീതയ്ക്കും വടക്ക് നോക്കി യന്ത്രത്തിലും ചിന്താവിഷ്ടയായ ശ്യാമളയിലും ഡബ് ചെയ്തത്. അതെങ്ങനെ വന്നു? അല്ല, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഒരു ദിവസം ശ്രീനിയേട്ടൻ പെട്ടെന്ന് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഒരു നാടകം ചെയ്യാൻ തീരുമാനിച്ചു മലയാളി അസോസിയേഷന് വേണ്ടി, ഭാഗ്യലക്ഷ്മി നായിക. അപ്പോൾ വത്സൻ എന്ന് പറയുന്ന, ഇപ്പോൾ കമൽ സാറിനൊക്കെ നന്നായിട്ട് അറിയാം, വത്സൻ ശ്രീനിയേട്ടനെ വളരെ അടുത്ത സുഹൃത്താണ്. അങ്ങനെ വത്സനാണ് നായകൻ, ഭാഗ്യലക്ഷ്മി നായിക, ഞാൻ സംവിധാനം ചെയ്യുന്നു. അങ്ങനെ നാടകത്തിൻ്റെ റിഹേഴ്സലും ഒക്കെ കഴിഞ്ഞു. നാടകത്തിൻ്റെ അന്ന് വൈകുന്നേരം നാടകം, രാവിലെ ശ്രീനിയേട്ടൻ വന്നുകൊണ്ട് നാടകം നടക്കില്ല കേട്ടോ, ഞാൻ നാട്ടിൽ പോകുന്നു എന്ന് പറഞ്ഞ ഒരൊറ്റ പോക്കങ്ങ് പോയി. ഞങ്ങളിങ്ങനെ എന്താന്നൊന്നും ചോദിക്കാനൊന്നുമല്ലേ, ശ്രീനിയേട്ടൻ സ്ഥലം വിട്ടു. പിന്നെ കുറേ കഴിഞ്ഞ് നമ്മൾ കുറേ സിനിമകളൊക്കെ ഇങ്ങനെ ഡബ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഞാൻ ചോദിച്ചൊന്നുമില്ല. പക്ഷേ ഈ ചിന്താവിഷ്ടയായ സിനിമ എന്ന ഡബ്ബിങ്ങിന് എന്നെ വിളിച്ചിട്ട് ഞാൻ സ്റ്റുഡിയോയിൽ ചെന്നപ്പോൾ ശ്രീനിയേട്ടൻ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞു. അപ്പോൾ ആ നാടകത്തിൽ ഒരു സീൻ ഉണ്ടായിരുന്നു. ആ നാടകത്തിലെ സീൻ എന്നോട് ആദ്യമായിട്ട് ഒരു ഡയറക്ടറായിട്ട് എന്നോട് പറയുക, പിന്നെ കർട്ടൻ ഉയരുന്നു, രംഗം ഇരുട്ടാണ്, സ്റ്റേജിൽ ആരുമില്ല, നമ്മൾ 7 മണിക്കാണ് നാടകം തുടങ്ങുന്നത്, നല്ല ഇരുട്ടായിരിക്കും, ലൈറ്റൊന്നും ഇട്ടിട്ടില്ല, കുറേ നേരം ഇരുട്ട് മാത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു, കുറേ നേരം ഇരുട്ടാവുമ്പോൾ
ബോറടിക്കില്ല, ആൾക്കാർ കൂവില്ലേ, കൂവണമല്ലോ, അതാണ് എൻ്റെ ഉദ്ദേശം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ചിന്താവിഷ്ടയായ സിനിമ ഡബ് ചെയ്യാൻ അവിടെ ചെന്ന് നിന്നപ്പോൾ ഫസ്റ്റ് സീന് ഇങ്ങനെ ഇരുട്ടാണ്, ഒരു പൂച്ചയുടെ ശബ്ദം മാത്രം കേൾക്കാം. കുറേ നേരം സീനിൽ ആരുമില്ല. അപ്പം ഞാൻ പതുക്കെ കൺസോളിലേക്ക് ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കി. ഞാൻ ഒരൊറ്റ ചിരി ചിരിച്ചപ്പോൾ ശ്രീരിയുടെ പറഞ്ഞു, പിടി കിട്ടിയോ? ഞാൻ പറഞ്ഞു, ആ പിടി കിട്ടി എന്ന് പറഞ്ഞു. അങ്ങനെ എന്താ പറയുക, ഒരു വല്ലാത്തൊരു സൗഹൃദവും അത് സ്വതസിദ്ധമായ ഒരു തമാശയും. അദ്ദേഹം തമാശയാണ് പറയുന്നതെന്ന് പോലും നമുക്ക് അറിയില്ല. അദ്ദേഹം വളരെ ഗൗരവത്തിലാണ് നമ്മളോട് ഓരോ കാര്യം പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാനൊക്കെ പറയുന്നത് ബുദ്ധിജീവിയാണ്, ശ്രീനേട്ടൻ ബുദ്ധിജീവിയാണ് എന്ന് ഞാൻ ഇത്തിരി ഭയഭക്തി ബഹുമാനത്തോടു കൂടി നിൽക്കുമ്പോൾ അദ്ദേഹം എന്നെ കളിയൊക്കെ ആക്കുമായിരുന്നു. അതിനുശേഷം വടക്ക് നോക്കി യന്ത്രം ഡബ് ചെയ്തു. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം നമ്മൾ കണ്ട് വളർന്ന് നമ്മളോടൊപ്പം ഈ കോടമ്പക്കത്ത് വളർന്ന ഒരു കലാകാരൻ്റെ സംവിധാനം ചെയ്ത 2 സിനിമയും എനിക്ക് ഡബ് ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അത്രമാത്രം ശ്രീനിയേട്ടന് എന്നോട് വിശ്വാസവും ഇഷ്ടവുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. യെസ്, ഭാഗ്യലക്ഷ്മി, ഞാൻ വരാം. നമ്മളോടൊപ്പം ഷിജു ഖാൻ ഉണ്ട് ഇപ്പോൾ. ഷിജു, ഒരു പ്രേക്ഷകനാണ് ഷിജു ഖാൻ, ഒരു രാഷ്ട്രീയ നേതാവാണ്, ഒരു ബൗദ്ധിക തലത്തിൽ ഒരു അക്കാദമിക് ലോകത്ത് കൃത്യമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടറേറ്റ് ഉള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് തന്നെ പറയാം. അതായത് കേരള സമൂഹത്തിൽ ശ്രീനിവാസൻ തൻ്റെ സിനിമകളിലൂടെ പല കാര്യങ്ങളെക്കുറിച്ചും പറയുമ്പോൾ അതൊക്കെ കൃത്യമായി മനസ്സിലാക്കാനും അതിൻ്റെ ശ്രീനിവാസൻ ഉദ്ദേശിക്കുന്ന അർത്ഥതലങ്ങൾ ഒരുപക്ഷെ വായിച്ചെടുക്കാനും സാധിക്കുന്ന ഒരാളാണ് ഡോക്ടർ ഷിജു ഖാൻ. ആ അർത്ഥത്തിൽ ശ്രീനിവാസൻ സിനിമകളിൽ ഇപ്പോൾ ഭാഗ്യലക്ഷ്മി ചൂണ്ടിക്കാട്ടിയ ആ ഒരു ഇരുട്ടിൻ്റെ ചിത്രമുണ്ടല്ലോ, ചിന്താവിഷ്ടയായ ശ്യാമള തുടങ്ങുമ്പോൾ നമുക്കറിയാം കേരളത്തിൽ പവർ കട്ടുള്ള ഒരു കാലഘട്ടത്തെ രാഷ്ട്രീയമായി ആളുകളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ് ആ സംവിധായകൻ. അങ്ങനെ സമൂഹത്തിലേക്ക് ഇറങ്ങി നിന്ന് സാധാരണക്കാരൻ്റെ മനസ്സിലേക്ക് എത്തിയ ശ്രീനിവാസൻ എങ്ങനെയാണ് ഷിജു ഖാൻ വായിച്ചെടുക്കുന്നത്? ഇന്ന് അദ്ദേഹം നമ്മെ വിട്ട് മായുമ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർക്കുന്നത്? കേരളത്തിലെ ഒരു മഹാഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരും ഇടത്തരക്കാരും ആയിട്ടുള്ള മനുഷ്യരെ സംബന്ധിച്ച് ശ്രീനിവാസൻ എന്ന മഹാനായ നടൻ്റെ വിയോഗം കുടുംബത്തിലെ ഒരംഗത്തെ പോലെയോ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന സ്നേഹിതനായ ഒരാളുടെ വിയോഗത്തെപ്പോലെയോ അവനവനെ തന്നെ പല വേളകളിലും അനുകരിക്കപ്പെടുകയാണോ എന്ന് തോന്നിയ ഒരടുത്ത ആളുടെ നഷ്ടം പോലെയോ ഏറെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. മരണങ്ങൾ പലപ്പോഴും നമ്മളെ വേദനിപ്പിക്കുന്നു എന്ന് പറയുമ്പോഴും ചില മരണങ്ങൾ ഒരുപാട് ആളുകളെ ഒരുമിച്ച് വേദനിപ്പിക്കുന്ന ചില നഷ്ടങ്ങളായി മാറാറുണ്ട്. ഒരു സിനിമാ നടൻ എന്ന നിലയിൽ, തിരക്കഥാകൃത്ത് എന്ന നിലയിൽ, സംവിധായകൻ എന്ന നിലയിൽ, കഥാകൃത്ത് എന്ന നിലയിൽ സിനിമയുടെ എല്ലാ ബൗദ്ധിക രംഗങ്ങളിലും പ്രവർത്തിച്ച അനുഭവമാണ് സംവിധായകൻ എന്ന നിലയിലും ശ്രീനിവാസൻ എന്ന മഹാനായ നടൻ്റെ സവിശേഷത. അതുകൊണ്ട് തന്നെ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരവും മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരവും മികച്ച സംവിധായകനുള്ള അവാർഡും മികച്ച കഥാകൃത്തിനുള്ള അവാർഡും അങ്ങനെ എല്ലാ അർത്ഥത്തിലും സിനിമയുടെ ബൗദ്ധിക രംഗത്തെ എല്ലാ മേഖലകളിലും ശ്രദ്ധേയമായി അദ്ദേഹം മാറിയിട്ടുണ്ട്. പിന്നെ മലയാള സിനിമയെ സംബന്ധിച്ച് ഈ വീരനായക പരിവേഷത്തിൽ നിന്ന് എല്ലാ ദൗർബല്യങ്ങളോടുകൂടിയ അതോടൊപ്പം പോരായ്മകളോടും കൂടിയ സഹജമായ മനുഷ്യൻ്റെ സ്വഭാവങ്ങളുണ്ട്. അപ്പോൾ പലപ്പോഴും സിനിമകളിൽ വരുന്ന വീരപരിവേഷം അതല്ലെങ്കിൽ ഒന്നുകിൽ നായകൻ നല്ലതിൻ്റെ പ്രതീകം, വില്ലൻ പിന്നെ ദോഷങ്ങളുടെയും തെറ്റുകളുടെയും പ്രതീകം, ഇങ്ങനെ
ഒരു ദ്വന്ദ്വം, നായകൻ വില്ലൻ എന്ന് പറയുന്നൊരു ദ്വന്ദ്വം സിനിമയെ അടക്കി ഭരിക്കുമ്പോഴാണ് അതിഭാവുകത്വമില്ലാതെ, സ്ഥിരം ശൈലിയില്ലാതെ, ഒരു നോട്ടം കൊണ്ട്, ചെറിയ ചലനങ്ങൾ കൊണ്ട്, അതോടൊപ്പം നർമ്മ സംഭാഷണങ്ങൾ കൊണ്ട്, കാരിക്കേച്ചർ പോലുള്ള കഥാപാത്രങ്ങൾ, അതാണ് പല സിനിമാ രംഗത്തെ നിരൂപകരും ചൂണ്ടിക്കാണിക്കുന്നത്. കാരിക്കേച്ചർ പോലുള്ള കഥാപാത്രങ്ങളുടെ സൃഷ്ടി തീർച്ചയായിട്ടും അത് മലയാളത്തിലെന്നല്ല ഇന്ത്യൻ സിനിമയിൽ ശ്രീനിവാസനെ അടയാളപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നായിരിക്കും ആ അനുഭവങ്ങൾ എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. പിന്നെ അതോടൊപ്പം നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ അനാവരണം ചെയ്തുകൊണ്ട്, ഇപ്പോൾ വിവാഹം, മരണം, കുടുംബത്തിലെ കാര്യങ്ങൾ, ഇപ്പോൾ പ്രണയ ഭംഗങ്ങൾ, അതിനോടുള്ള പ്രതികരണം, ഇതെല്ലാം ശ്രീനിവാസൻ്റെ സിനിമകളുടെ സവിശേഷതകൾ പരിശോധിച്ചാൽ നമുക്കത് കൃത്യമായും നമ്മളെ ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ്. പിന്നെ അദ്ദേഹത്തിലെ നടൻ, അതൊരു പ്രത്യേകം തന്നെ നാം മനസ്സിലാക്കേണ്ട ഒട്ടേറെ കഥാപാത്രങ്ങൾ അദ്ദേഹം അഭിനയിച്ച കഥാപാത്രങ്ങൾ കാലാതീതമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നമ്മൾ അത് ജെൻസി തലമുറയുടെ കാലത്തിലായാലും ഇനി വരാൻ പോകുന്ന തലമുറകളുടെ കാലത്തായാലും അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ ഓരോന്നും അത് അങ്ങ് തന്നെ ഇവിടെ റഫർ ചെയ്യുകയുണ്ടായി. നിരവധി കഥാപാത്രങ്ങൾ റഫർ ചെയ്യുകയുണ്ടായി. അത് കഥ പറയും പോലെ എന്ന ചിത്രത്തിലെ ബാർബർ ബാലനെ പോലെ, ക്യൂബ മുകുന്ദൻ, അറബിക്കഥയിലെ ക്യൂബ മുകുന്ദനെ പോലെ, അതോടൊപ്പം ഉദയനാണ് താരത്തിലെ സരോജ് കുമാറിനെ പോലെ, നാടോടിക്കാറ്റിലെ ദാസനെ പോലെ, സന്ദേശത്തിലെ പിന്നെ പ്രഭാകരനെ പോലെ, ഗോളാന്തര വാർത്തയിലെ ശ്രദ്ധേയമായ കഥാപാത്രത്തെ പോലെ, അങ്ങനെ അതിഭാവുകത്വവും വീരപരിവേഷങ്ങളും ഒന്നും ഇല്ലാത്ത വളരെ സത്യസന്ധവും സഹജവുമായ മനുഷ്യൻ്റെ സ്വഭാവങ്ങൾ അദ്ദേഹത്തിന് വെള്ളിത്തിരയിൽ. ഷിജു ഇപ്പോൾ ക്യൂബ മുകുന്ദൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് സാന്ദർഭികമായി ഞാൻ പറയുകയാണ്, പല ഘട്ടങ്ങളിലും ഈ ശ്രീനിവാസൻ്റെ ചില സിനിമകൾ എടുത്തു വച്ചിട്ട് ശ്രീനിവാസൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയം അതിങ്ങനെ മാറിയിരിക്കുന്നു എന്നൊക്കെ ഒരു കൂട്ടർ അതിനെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ ചില ഘട്ടങ്ങളിൽ, ഇപ്പോൾ നമുക്കറിയാം വരവേൽപ്പ് എന്ന സിനിമ, അത് കേരളത്തിന് ദോഷകരമാകുന്ന രീതിയിൽ പലയിടത്തും റെഫർ ചെയ്യപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു ഗൾഫിൽ നിന്ന് പൈസ ഉണ്ടാക്കി വരുന്നൊരു സാധാരണക്കാരൻ ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷമാണ് എന്ന്, ഇവിടുത്തെ തൊഴിലന്തരീക്ഷം വല്ലാതെ മോശമാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ വേണ്ടി അതിനെ ഉപയോഗപ്പെടുത്തിയത് നമുക്കറിയാം. പക്ഷേ ശ്രീനിവാസനോട് പലപ്പോഴും നമുക്ക് സംസാരിക്കാൻ കിട്ടിയ അവസരങ്ങളൊന്നും ശ്രീനിവാസൻ അതിനെ അങ്ങനെ അല്ല പറഞ്ഞിട്ടുള്ളത്. ഒരു ബസ് മുതലാളിയുടെ വേദന അറിയാവുന്ന ആളാണ് ശ്രീനിവാസൻ എന്നതുകൊണ്ട് അത് പ്രതികാരം ചെയ്യാൻ കിട്ടിയ ഒരു മാധ്യമമായി സിനിമയെ ഉപയോഗിച്ചിട്ടില്ല എന്ന് ശ്രീനിവാസൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സന്ദേശത്തിൽ ഒരു വീട്ടിൽ 2 രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകൾ ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെയാണ് ആ വീട്ടിൻ്റെ അന്തരീക്ഷം എന്നുള്ളത്, സാധാരണ ഒരു വീട്ടിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് ചൂണ്ടിക്കാട്ടാൻ ശ്രമിക്കുമ്പോൾ അതിലെ ഒരു രാഷ്ട്രീയക്കാരൻ്റെ മാത്രം കാര്യം ഇന്നും പ്രചരിപ്പിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ക്യൂബ മുകുന്ദനും അതുപോലെ തന്നെ. ഇത് ഷിജു ഖാൻ എന്ന രാഷ്ട്രീയക്കാരൻ എങ്ങനെയാണ് അതിനെ കാണുക? ഞാൻ യഥാർത്ഥത്തിൽ ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ മരണം ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചല്ലോ, എന്നെപ്പോലൊരാളെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ എന്നിൽ നിന്ന് നഷ്ടപ്പെടുന്നത് പോലൊരു വേദന എന്നിൽ സൃഷ്ടിക്കുന്നുണ്ട്. അതിന് കാരണം ഞാനൊരു പൊതുപ്രവർത്തകനും രാഷ്ട്രീയ പ്രവർത്തകനും ആയിരിക്കുമ്പോഴും വാസ്തവത്തിൽ ശ്രീ ലാലിന് തന്നെ അറിയാം, തിരുവനന്തപുരത്തെ ഒരു ഗ്രാമീണ സ്വഭാവമുള്ള ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ഒരു ലോവർ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു കുടുംബത്തിൽ ജനിച്ച് എല്ലാ പ്രതിസന്ധികളും, സമൂഹത്തിൻ്റെ പ്രയാസങ്ങളും, വ്യക്തിപരമായ പ്രതിസന്ധികളും, കുടുംബത്തിൻ്റെ പരിമിതികളും ഇതിലൂടെയൊക്കെ രൂപം കൊണ്ട ഒരു വ്യക്തിത്വമാണ് എൻ്റേതും. എന്നെപ്പോലെ കേരളത്തിലെ 10,000-കണക്കിന് ആളുകൾ അങ്ങനെ ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു പ്രതിഭയെ അടയാളപ്പെടുത്തുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ സിനിമ നേരത്തെ നിങ്ങൾ പരാമർശിച്ച സിനിമകളെ സംബന്ധിച്ചാണ്. യഥാർത്ഥ സിനിമയുടെ ഒരു സൗന്ദര്യശാസ്ത്രത്തെ സമഗ്രമായി വിലയിരുത്താത്തത് കൊണ്ടാണ് പലപ്പോഴും ഈ സിനിമകൾ സമൂഹത്തെ പൂർണ്ണമായും പ്രതിനിധീകരിക്കുന്നു എന്നൊക്കെ നമുക്ക് തോന്നുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വരവേൽപ്പിനെക്കുറിച്ചും സന്ദേശത്തെക്കുറിച്ചും ഹൈലൈറ്റ് ചെയ്യപ്പെടുമ്പോൾ മറ്റനേകം സിനിമകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന മറ്റനേകം സിനിമകളുണ്ട്.
പിന്നെ എന്തുകൊണ്ടാണ് നമ്മളൊരു കലാസൃഷ്ടിയെ വിലയിരുത്തുമ്പോൾ ഇപ്പോൾ സന്ദേശം സിനിമ വരുന്ന 1991 നമ്മളൊരു സിനിമയെ ചർച്ച ചെയ്യുമ്പോൾ ആ സിനിമ സംവിധായകൻ അല്ലെങ്കിൽ തിരക്കഥാകൃത്ത് അല്ലെങ്കിൽ നടൻ അവരെ ചേർത്തു വെച്ചു മാത്രമാണ് പലപ്പോഴും സിനിമകളെ വിലയിരുത്തുന്നത്. 1991 സവിശേഷതയുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യൻ രാഷ്ട്രീയത്തിലൊക്കെ ഒരു പുതിയ സാമ്പത്തിക നയം അപ്ലൈ ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടം. 1980കളുടെ അവസാനത്തോടു കൂടി തന്നെ അതിൻ്റെ അലയൊലികൾ തുടങ്ങി. 1990 ആകുമ്പോൾ പിന്നെ പുതിയ ഒരു സാമ്പത്തിക നയം കടന്നു വരുന്നു. പിന്നെ നിങ്ങളെടുത്താൽ പിൽക്കാലത്ത് ഒരു 10 വർഷക്കാലത്തെ നിങ്ങളെടുത്താൽ സിനിമയിലെന്നല്ല നീതിന്യായ പീഠത്തിൽ മറ്റനേകം മേഖലകളിലൊക്കെ ഉണ്ടായിട്ടുള്ള അരാഷ്ട്രീയതയുടെ ചലനങ്ങളുണ്ട്, അടയാളങ്ങളുണ്ട്. അപ്പോൾ അതൊരു സംവിധായകനോ തിരക്കഥാകൃത്തിനോ ഒരു കഥാകൃത്തിനോ തീർച്ചയായിട്ടും അവരുടെ രചനകളുടെ പരിഗണന വിഷയങ്ങളാവും. അപ്പോൾ അതിലെ കഥാപാത്രങ്ങളാണ് കേരളീയ സമൂഹത്തിൻ്റെ മാതൃകകളെന്നോ അല്ലെങ്കിൽ കേരളീയ സമൂഹത്തിൻ്റെ പ്രതീകങ്ങളോ ഒന്നും നമുക്ക് ഒരു സിനിമാ നിരൂപണത്തിൽ പരാമർശിക്കാൻ കഴിയില്ല. പക്ഷേ അത്തരം സിനിമകൾ കേരളീയ സമൂഹം ചർച്ച ചെയ്തു, സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലത്തിൽ ചർച്ച ചെയ്തു. നമ്മുടെ യോജിപ്പോ എന്നുള്ള നിലയിലല്ല, അത് അത്തരം ചർച്ചകൾ വളരെ സജീവമായി ഉയർന്നു വന്നു. പിന്നെ അതോടൊപ്പം ശ്രീനിവാസനെ വ്യക്തി എന്ന നിലയിൽ മാത്രമല്ല എടുക്കുന്നത്. അദ്ദേഹം വർക്ക് ചെയ്തിട്ടുള്ള സംവിധായകർ മറ്റനേകം പേരുണ്ട്. ശ്രീ കമൽ സാറിനെ പോലുള്ള ആളുകൾ, സത്യൻ അന്തിക്കാടിനെ പോലുള്ള ആളുകൾ, സിബി മലയിലിനെ പോലുള്ള ആളുകൾ, പുതിയ തലമുറയിലെ നിരവധി സംവിധായകർ, പിന്നെ തിരക്കഥാകൃത്തുക്കൾ ഒക്കെ അവരോടൊപ്പം പിന്നെ സഹകരിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള നിരവധി സിനിമകളുണ്ട്. അപ്പോൾ അത്തരം സിനിമകളെ കൂടി പരാമർശിച്ചുകൊണ്ടും പരിഗണിച്ചുകൊണ്ടും മാത്രമേ അദ്ദേഹത്തിലെ ഒരു കലാകാരനെ നമുക്ക് സമഗ്രമായി വിലയിരുത്താൻ സാധിക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ഞാൻ വരാം ഷിജു. ഭാഗ്യലക്ഷ്മി, കമൽ സാർ റെഡിയാവുന്നു. അതിനിടയിൽ ഞാൻ ഒരു ചോദ്യം ഭാഗ്യലക്ഷ്മിയോട് തന്നെ ചോദിക്കട്ടെ. ഇപ്പോൾ ഞാൻ രാഷ്ട്രീയത്തിൻ്റെ കാര്യം ഇവിടെ ഇരുന്നു കൊണ്ട് ഒരു രാഷ്ട്രീയ ഒരു നിഴലും സ്പർശിക്കാതെ പ്രേക്ഷകരുടെ നിഷ്പക്ഷ മനസ്സിന് വേണ്ടി ചോദിച്ചതുപോലെ സിനിമയ്ക്കകത്തും ശ്രീനിവാസൻ കഥകൾ കണ്ടെത്തി. സിനിമയെ ഉപയോഗിച്ച് അദ്ദേഹം സിനിമകൾ ഉണ്ടാക്കി. ഉദയനാണ് താരമുണ്ട്, സരോജ് കുമാറുണ്ട്. നിർഭാഗ്യവശാലോ സരോജ് കുമാറിൽ അദ്ദേഹം എന്നെ നേരിട്ട് അഭിനയിക്കാൻ വിളിച്ചു. ഞാനതിൻ്റെ തുടക്കത്തിലും അവസാന ഭാഗത്തും ഉണ്ട്, മാധ്യമപ്രവർത്തകനായി തന്നെ. അത് ഓർത്തുകൊണ്ട് തന്നെ പറയട്ടെ, അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ. ഈ സിനിമകളിൽ പോലും അദ്ദേഹം ആ സിനിമാ രംഗത്തെ പ്രശ്നങ്ങൾ പോലും ഉപയോഗിച്ചത് പോലും സിനിമാക്കാർക്കിടയിൽ പോലും ചില സംസാരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഭാഗ്യലക്ഷ്മി ഓർക്കുന്നോ? പറയാൻ എന്തെങ്കിലും ഉണ്ടോ? രസകരമായ കാര്യങ്ങളുണ്ടോ ശ്രീനിവാസൻ ഇപ്പോൾ നമ്മെ വിട്ടു പോകുന്ന ഈ സന്ദർഭത്തിൽ? ഈ ഉദയനാണ് താരം ഞാൻ തന്നെയാണ് ഡബ് ചെയ്തത് അതിലെ നായികയ്ക്ക്. അപ്പോൾ അത് ഡബ് ചെയ്യാൻ പോയ സമയത്ത് ശ്രീനേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പം അതിലിങ്ങനെ ഈ ഒരു വലിയ സൂപ്പർ സ്റ്റാർ കഥാപാത്രത്തെ ഇദ്ദേഹം വളരെ ഇതായിട്ട് വിമർശിക്കുന്ന തരത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ സീൻസൊക്കെ. ഇദ്ദേഹം തന്നെയാണ് സൂപ്പർ സ്റ്റാർ. അപ്പം കൂളിംഗ് ഗ്ലാസിൻ്റെ കാര്യം, ബെൽറ്റിൻ്റെ കാര്യം ഒക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മളൊക്കെ തിയേറ്ററിൽ ഇരുന്നിങ്ങനെ ചിരിക്കുന്നുണ്ട് ഡബ്ബിങ് സമയത്ത്. അപ്പം ഞാൻ ചോദിച്ചു, ഇത് ശ്രീനേട്ടന് ഭയങ്കര ശത്രുത ഉണ്ടാവില്ലേ ഇൻഡസ്ട്രിയിൽ എന്ന് ചോദിച്ചു. പറഞ്ഞു, എന്ത് ശത്രുത? നമുക്ക് പറയണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ പറയണം ഭാഗ്യലക്ഷ്മി. അതിനൊന്നും നമ്മൾ മടിച്ച് നിൽക്കരുത്. അഭിപ്രായം എന്ന് പറയുന്നത് നമുക്ക് പറയാനുള്ളതാണ്. നമ്മൾ കലയിൽ കൂടി തന്നെയാണ് നമ്മളുടെ മനസ്സിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പ്രതിഷേധങ്ങൾ എല്ലാ കാലവും പിന്നെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ അതിനെ അങ്ങനെ രസകരമായി എടുക്കാൻ ആളുകൾ പഠിക്കണം. അത് നടിയാണെങ്കിലും നടനാണെങ്കിലും രാഷ്ട്രീയക്കാരാണെങ്കിലും സാമൂഹിക പ്രവർത്തകരാണെങ്കിൽ ആരായാലും അത്തരത്തിലുള്ള ഇത് എന്നെയല്ലേ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് നിങ്ങളെ വിമർശിക്കുകയാണ്. ഞാൻ മനോഹരമായ ഒരു കലയിൽ കൂടി നിങ്ങളെ വിമർശിക്കുകയാണ് എന്ന് അദ്ദേഹം അന്ന് അവിടെ ഇരുന്ന് ഇങ്ങനെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിരുന്നു. ഒരു പരിധിവരെ അതൊക്കെ തന്നെയായിരിക്കാം. ഞാൻ ഈ വളരെ പ്രത്യക്ഷത്തിൽ നിലപാടുകളൊക്കെ എടുക്കുമ്പോൾ ശ്രീനേട്ടൻ പലപ്പോഴും എന്നെ വിളിച്ച് പറയാറുണ്ട്, നല്ല ധൈര്യമുണ്ട് കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു ഭാഗ്യലക്ഷ്മിയുടെ ആ സംസാരമൊക്കെ എന്ന് പറയുന്നത് അദ്ദേഹം അങ്ങനെ ആയതുകൊണ്ടാണ്. ഒരുപാട് സിനിമകൾ അഴകിയ രാവണൻ ചെയ്യുമ്പോഴും അതെ,
അതുപോലെ പാവം പാവം രാജകുമാരൻ എന്ന് പറയുന്ന സിനിമയിലും ഞാനായിരുന്നു നായികയുടെ ശബ്ദം. അതിനും കമൽ സാറിൻ്റെ സിനിമയാണത്. ആ സമയത്തും ഒക്കെ നമ്മൾ കാണുന്ന കഥാപാത്രങ്ങളാണ്, നമ്മൾ സമൂഹത്തിൽ കാണുന്ന കഥാപാത്രങ്ങളെയാണ് അദ്ദേഹം കഥകളിൽ കൂടി നമുക്ക് തന്നെ കാണിച്ചു തരുന്നത്. ഇപ്പം എൻ്റെ വീട്ടിൽ നടന്ന ചില സംഭവങ്ങൾ ഞാൻ വളരെ പേഴ്സണലായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അത് ചിന്താവിഷ്ടയായ ശ്യാമള എന്ന് പറയുന്ന സിനിമയിൽ പലയിടത്തും അത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ തലേണ മന്ത്രം എന്ന് പറയുന്ന സീന്, ആ സിനിമ സത്യേട്ടൻ ഡയറക്റ്റ് ചെയ്ത പടം. അപ്പോൾ ഒരിക്കൽ ഞാൻ സത്യേട്ടനോട്, ശ്രീനേട്ടൻ എഴുതിയ സിനിമയാണല്ലോ, അപ്പോൾ സത്യേട്ടൻ അവിടെ ഇരുന്ന് ഞാനിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു ദിവസം വീട്ടിൽ കള്ളം കയറിയപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഹസ്ബൻഡ് അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിച്ചു എന്നൊക്കെ പറഞ്ഞ്, പിന്നെ ഞാൻ ആ സിനിമ നോക്കുമ്പോൾ അതുപോലെ ഒരു സീന്. അപ്പം ഞാൻ പറഞ്ഞു ശ്രീനേട്ടനോട് ഒന്നും പറയാൻ പറ്റില്ല, എന്ത് പറഞ്ഞാലും പെട്ടെന്ന് ശ്രീനേട്ടൻ അത് ഏതെങ്കിലും ഒരു സിനിമയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ കാണിക്കും. അതുപോലെ എനിക്ക് തോന്നുന്നു മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു എന്ന് പറയുന്ന സിനിമ, അത് ഡബ് ചെയ്യുന്ന സമയത്ത് വേറൊരു ഭാഗത്ത് ഷൂട്ടിംഗ് എന്തോ നടക്കുന്നുണ്ട്. അപ്പം പ്രിയദർശൻ അവിടെ ഇല്ലായിരുന്നു, ശ്രീനേട്ടനായിരുന്നു ഡബ്ബിങ് അറ്റൻഡ് ചെയ്തത്. അപ്പം നമ്മുടെ കയ്യിൽ സ്ക്രിപ്റ്റ് തരുമല്ലോ, അപ്പോൾ ഈ സീൻ ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ നോക്കി ഡബ് ചെയ്യുന്ന സമയത്ത് എല്ലാ സീനിൻ്റെ താഴെയും ഇങ്ങനെ ഒരു വര കാണും. അപ്പം ഞാൻ ശ്രീനേട്ടനോട് ചോദിച്ചു, ഇതെന്താ ശ്രീനേട്ടാ ഇങ്ങനെ വരയിടുന്ന മനസ്സിലാക്കാം, ഇങ്ങനെ വരയിടുന്ന എന്താണ് എന്ന് ചോദിച്ചു. പറഞ്ഞാൽ അതേ, ഞാൻ സീൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയം പറയും ഷോട്ട് എടുക്കാൻ സമയമായി, മതി എഴുതിയത് എന്ന് പറഞ്ഞ് പിടിച്ചു വലിക്കുമ്പോൾ എൻ്റെ പേന ഇങ്ങനെ വരയ്ക്കുന്ന, ഇങ്ങനെ നമ്മളെപ്പോഴും നമ്മളെ ചിന്തിപ്പിക്കുന്ന, ചിരിപ്പിക്കുന്ന ഒക്കെ തരത്തിലുള്ള സംസാരങ്ങളും സംഭാഷണങ്ങളും അതുപോലെ കഥകളും തിരക്കഥകളുമാണ് ശ്രീനേട്ടൻ നിരന്തരം എഴുതിയിട്ടുള്ളത്. സത്യത്തിൽ മലയാള സിനിമ എനിക്ക് തോന്നുന്നു അദ്ദേഹം പലരും വിമർശിക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷേ എങ്കിലും ആർക്കും അദ്ദേഹത്തോട് ഒരു സ്ഥായിയായ ഒരു ശത്രുതയോ ഒരു വിഷമമോ ഇല്ലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി ഭാഗ്യലക്ഷ്മി, ഞാൻ വരാം. കമൽ സാർ റെഡിയാണ്. ശ്രീ കമൽ, ചർച്ചയിലേക്ക് സ്വാഗതം. ശ്രീ മായുന്നു എന്നാണ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്, ഓർമ്മകൾ മായാതെ. ശ്രീനിവാസൻ ഇങ്ങനെ മാഞ്ഞു പോകുന്ന ഈ സന്ദർഭത്തിലും ശ്രീനിവാസനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ചിരിക്കേണ്ടി വരുന്നുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് അല്പം മുഖത്തൊക്കെ ഈ ചിരി വിടർന്നുകൊണ്ട് തന്നെ സംസാരിക്കേണ്ടി വരുന്നുണ്ട്. അത് ശ്രീനിവാസന് കൊടുക്കുന്ന ആദരവ്, അദ്ദേഹം അർഹിക്കുന്ന ആ ആദരവ് അങ്ങനെയാണെന്ന് തന്നെ ഞാൻ വിചാരിക്കട്ടെ. ശ്രീ കമൽ, താങ്കളുടെ 2 സിനിമകൾ ഇപ്പോൾ ഭാഗ്യലക്ഷ്മി നേരത്തെ ഷിജുഖാനും ഒക്കെ റെഫർ ചെയ്ത് പോയ ചിത്രങ്ങളാണ്, പാവം പാവം രാജകുമാരനും ഈ അഴകിയ രാവണനും. ഈ 2 സിനിമകളിലും ഒരുപക്ഷെ ആദ്യം പാവം പാവം രാജകുമാരിലൂടെയാണ് തിരക്കഥാകൃത്തായി അദ്ദേഹം താങ്കളോടൊപ്പം ചേരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് ശ്രീ മമ്മൂട്ടിക്ക് വേണ്ടി എഴുതിയ രണ്ടാമത്തെ മഴയത്തു മുമ്പേ കഴിഞ്ഞിട്ട് അഴകിയ രാവണൻ എന്ന സിനിമ എഴുതുമ്പോൾ ആ സിനിമയുടെ പേരുൾപ്പെടെ പലയിടത്തും അത് വന്ന സാഹചര്യങ്ങൾ ഉൾപ്പെടെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ ഭാഗ്യലക്ഷ്മി പറഞ്ഞതുപോലെ ആ സന്ദർഭത്തെ അങ്ങ് ഉപയോഗപ്പെടുത്തുക, അത് ആരെക്കുറിച്ചുള്ളതാണെങ്കിലും കൊള്ളാം, ഇതിപ്പോൾ ഇവിടെ ഉപയോഗപ്പെടുത്തിയേക്കാം, ഇത് നല്ലതായിരിക്കും എന്ന് തോന്നി അങ്ങ് ഉപയോഗപ്പെടുത്തുന്നതിനപ്പുറം ഒരു സ്ഥായിയായ ഒരു വിരോധമോ വിമർശന ബുദ്ധിയോ ശ്രീനിവാസൻ എന്ന എഴുത്തുകാരനോ നടനോ ഉണ്ടോ? കമലിൻ്റെ അനുഭവം എന്താണ്? ആദ്യം തന്നെ പറയട്ടെ, ഈ ശ്രീ മായുന്നു എന്ന് പറയുന്നത് സത്യത്തിൽ അദ്ദേഹം മായില്ല കേട്ടോ, നമ്മുടെ മനസ്സിൽ ഒരിക്കലും മായില്ല. ഭൗതികമായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും അദ്ദേഹം നമ്മുടെ മുമ്പിൽ സിനിമയിലൂടെ കാഴ്ചവെച്ചിട്ടുള്ള കഥാസന്ദർഭങ്ങളും കഥാപാത്രങ്ങളും ഒന്നും എത്ര വർഷം കഴിഞ്ഞാലും മലയാള സിനിമയുടെ ഓർമ്മകളിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോയില്ല എന്നാണ് എനിക്ക് തുടക്കത്തിൽ പറയാനുള്ളത്. പിന്നെ ഇവിടെ ഭാഗ്യലക്ഷ്മി പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് അത് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തെ കൗതുകം തന്നെയാണ്. അത് മറ്റൊരു എഴുത്തുകാരനോ അല്ലെങ്കിൽ സംവിധായകനോ ഒക്കെ ഇല്ലാത്ത ഒരു സൂക്ഷ്മമായ നിരീക്ഷണത്തിൽ നിന്നാണ്. ഇപ്പോൾ ഭാഗ്യലക്ഷ്മി ഒരു സന്ദർഭം പറഞ്ഞാലോ ഞാൻ പറഞ്ഞാലോ ഒക്കെ തന്നെ അതിൽ നിന്ന് ഒരു കഥാപാത്രമോ കഥാസന്ദർഭമോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മിടുക്ക് തന്നെയാണ്. അതൊരിക്കലും ഒരു കോപ്പിയടിയോ അല്ലെങ്കിൽ മോഷണമാണെന്നുള്ള രീതിയിലേക്ക് നമ്മളതിനെ കാണേണ്ടതില്ല. അങ്ങനെയാണ് പുള്ളി ഓരോ കഥാപാത്രങ്ങളെയും ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ പാവം രാജകുമാരൻ്റെ കാര്യം പറഞ്ഞു. അദ്ദേഹം ഞങ്ങൾ കണ്ണൂർ വെച്ചിട്ടാണ് ആ സിനിമയുടെ കഥാചർച്ചകൾ നടന്നത്, കണ്ണൂർ തലശ്ശേരിയിലേക്കിട്ട്. അപ്പോൾ കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ ഞാനും ശ്രീനിവാസനും കുറേ ദിവസങ്ങളിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ശ്രീനിവാസൻ എന്നും വൈകുന്നേരം വീട്ടിൽ പോകും, തലശ്ശേരിയിൽ പൂക്കൂത്തുപറമ്പിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകും, രാവിലെ വരും.
അപ്പോൾ ഒരു ദിവസം ശ്രീനിവാസന് പെട്ടെന്ന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്തോ അസൗകര്യം കൊണ്ട് എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു മനുഷ്യൻ കയറി വന്നു. എന്നിട്ട് ശ്രീനിവാസനെ കൊല്ലാൻ വേണ്ടി വന്നതാണ്. അയാളെ അന്വേഷിച്ച് നടക്കുകയാണ് ഞാൻ എന്നും പറഞ്ഞിട്ട്, കത്തിയും കൊണ്ട് കിടക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ എനിക്ക് എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. അങ്ങനെ ഇയാൾ നിരന്തരമായിട്ട് ശ്രീനിവാസൻ ഇല്ലാത്ത സമയത്ത് വരും, ശ്രീനിവാസനുള്ളപ്പോൾ വരികയും ചെയ്യില്ല. അപ്പോൾ ഈ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ശ്രീനിവാസൻ വന്നപ്പോൾ ഇങ്ങനെ ഒരു ആളെ പറ്റി പറഞ്ഞപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞ് നമ്മുടെ ദാമോദരൻ മരിച്ചല്ലോ, അദ്ദേഹം വണ്ടി ഇടിച്ച് ബസ് ഇടിച്ച് മരിച്ചല്ലോ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ഞാൻ ഇന്ന് കണ്ടാണ്, എങ്ങനെ കാണും, 5-6 കൊല്ലം മുമ്പ് മരിച്ചല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ എന്നെ കളിയാക്കണമെന്ന് ഞാൻ വിചാരിച്ചു. അല്ല, സത്യമായിട്ടും അദ്ദേഹം മരിച്ചു പോയി, കമൽ കണ്ട ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രേതമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് തമാശ പറഞ്ഞു. അന്ന് വൈകുന്നേരം എന്നോട്, അത് തമാശയായിരുന്നു, അന്ന് വൈകുന്നേരം എന്നോട് പറഞ്ഞു ഈ ദാമോദരൻ്റെ ഒരു കഥയുണ്ട്, നമുക്കത് തന്നെ സിനിമയാക്കിയാൽ എന്താണ്. ഞാൻ ചോദിച്ചത് എന്താണ്. ഈ ദാമോദരനെ എന്നെ കണ്ടു കഴിഞ്ഞാൽ കൊല്ലുമെന്ന് പറഞ്ഞ് നടക്കുന്നത് ശരിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പഠിക്കുന്ന കാലത്ത് ഈ മനുഷ്യനെ കളിയാക്കിയിട്ട് ഞാനും എൻ്റെ ചില സുഹൃത്തുക്കളും കൂടിയിട്ട് പ്രേമലേഖനം എഴുതിയിട്ട് അത് കോളേജിൽ കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി എഴുതിയ പ്രേമലേഖനമാണെന്ന് പറഞ്ഞ് നിരന്തരമായിട്ട് അയാളെ പറ്റിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. പിന്നീടാണ് അയാൾക്ക് ആ സത്യം തിരിച്ചറിഞ്ഞത്. അതാണ് പാവം ബാലരാജകുമാരൻ്റെ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ശ്രീനിവാസൻ ചെയ്ത കഥാപാത്രം. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു മനുഷ്യൻ കണ്ടെത്തിയാണ്. അപ്പോൾ പിന്നീട് ആ സിനിമ റിലീസ് ചെയ്തത് ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തും അതുപോലെ ഒരു മനുഷ്യനുണ്ടായിരുന്നു. എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ അയാളുടെ എന്താ പറയുക ഇതേപോലത്തെ സിറ്റുവേഷൻ എടുത്തിട്ടാണ് ആ സിനിമ ശ്രീനിവാസനോട് പറഞ്ഞിട്ട് ചെയ്തതാണെന്നാണ് അവർ വിശ്വസിച്ചത്. അപ്പം നമുക്കറിയാം ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് 80കളിലും 70കളിലൊക്കെ തന്നെ ഈ പ്രണയം തലക്ക് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്ന് ചെയ്യാൻ പറ്റുന്നത് കത്തെഴുതാന്നുള്ളതാണല്ലോ. അപ്പോൾ ഈ ഇങ്ങനെ പ്രേമലേഖനം എഴുതി കൊടുക്കുന്നത് അന്നൊക്കെ കോളേജുകളിൽ നിരന്തരമായിട്ട് നടക്കുന്ന ഒരു തമാശയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു മനുഷ്യനെ കണ്ടെത്തി. പിന്നെ എല്ലാ സിനിമയിലും ഇപ്പോൾ സത്യനന്ദിക്കാട് പ്രിയദർശൻ്റെയൊക്കെ സിനിമകളിൽ കാണുന്നതൊക്കെ തന്നെ അത്തരം കഥാപാത്രങ്ങളെ നമുക്കൊക്കെ തന്നെ പലരിൽ നിന്നും നമുക്ക് കാണാൻ പറ്റുന്ന കഥാപാത്രങ്ങളാണ് സിനിമയിലൂടെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അഴകിരാമനിൽ വന്നാലും അങ്ങനെ തന്നെ. ഇപ്പോൾ ഭാഗ്യലക്ഷ്മിയോട് പറഞ്ഞു, അതിപ്പോൾ അംബുജാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ എഴുത്തുകാരനുണ്ട്. അങ്ങനെ ഒരു പൈങ്കിളി എഴുത്തുകാരനെ നമ്മൾ ആ കാലഘട്ടത്തിൽ എല്ലായിടത്തും കാണാം. മനോരമയിലും മംഗളത്തിലൊക്കെ കഥ എഴുതാനെന്ന് പറഞ്ഞിട്ട് ജുബ്ബയൊക്കെ ഇട്ട് നടക്കുന്ന പ്രത്യേകിച്ചും ഈ സാധാരണ മനുഷ്യരുണ്ടല്ലോ. അപ്പോൾ അതിൽ അംബുജാക്ഷൻ ഒരു ടൈലറാണ്. ടൈലറായിട്ടിരിക്കുന്ന ആൾ സ്ഥിരമായിട്ട് ഈ മംഗളവും മനോരമയൊക്കെ വായിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അവരിലൂടെ ഈ ഇങ്ങനെ ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുകയാണ്. അദ്ദേഹം എഴുതുന്ന കഥ നമുക്ക് അറിയാമല്ലോ, കഥയുടെ പേര് തന്നെ അറിയാമല്ലോ നമുക്ക്. അങ്ങനെ അതൊക്കെ പിന്നീട് വലിയ ചർച്ചയായി. പിന്നീട് തന്നെ അത്തരം കഥ സ്പൂഫായിട്ട് വേറൊരു സിനിമ തന്നെ വന്നതാണ് ഈ അംബുജാക്ഷിൻ്റെ കഥയും. അത് തന്നെയാണ് അഴകിരാമണിൻ്റെ മമ്മൂട്ടിയുടെ കഥാപാത്രം, ഒരു പൊങ്ങച്ചക്കാരനായ കോടീശ്വരൻ എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ഒരുപാട് പേര് അങ്ങനെ കാണാൻ കഴിയും, സമൂഹത്തിൽ കാണാൻ കഴിയും. ഈ സിനിമ ചെയ്യണ കാലത്ത് അത്രമാത്രം പരിചിതമല്ല എങ്കിൽ പോലും അത് ഭാഗ്യലക്ഷ്മിക്ക് പെട്ടെന്ന് മനസ്സിലാവും ആരെയാണ് ഞങ്ങൾ ആ കഥാപാത്രമായിട്ട്. അല്ല, ഞാനത് ചോദിക്കാൻ വരികയായിരുന്നു. ഞങ്ങളുടെ ചെയർമാൻ ഉണ്ട്, അതായത് കാണുന്നില്ല എന്ന് ഞാൻ വിചാരിക്കട്ടെ. പക്ഷേ ഈ സിനിമയുടെ പേര് അങ്ങനെ വന്നതിന് ആ പറഞ്ഞു കേൾക്കുന്ന കഥ ഉണ്ടോ, അങ്ങനെ ഒരു കാര്യമുണ്ടോ? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേര് വന്നത് സത്യത്തിൽ ആ പേര് ഞങ്ങൾ ആദ്യമേ തീരുമാനിച്ചാണ്. പക്ഷേ മമ്മൂട്ടിക്ക് നിങ്ങളുടെ ചെയർമാനോട് ചെറിയൊരു താല്പര്യക്കുറവുണ്ടായിരുന്നു. അങ്ങനെ ഒരു പേരിടണോ എന്ന് പറഞ്ഞിട്ട് പേര് ഫൈനലൈസ് ചെയ്യാതെ വെച്ചിട്ടിരുന്നതാണ്. അപ്പോൾ ഞാനത് ഓർക്കുന്നത്, മമ്മൂക്ക അവിടെ ഈ കഥ പറയുന്നത് ഫോണിൽ കൂടിയാണ് ശ്രീനിവാസൻ. അപ്പോൾ ആദ്യം ഇങ്ങനെ ഒരു ശങ്കർദാസ് എന്ന് പറഞ്ഞ് ബോംബെയിൽ നിന്ന് വന്ന് പൊങ്ങച്ചക്കാരനായ മുതലാളി എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഉടനെ എന്നെ ശ്രീനിവാസനോട് പറഞ്ഞു, താൻ എന്നെ കളിയാക്കാൻ വേണ്ടി സിനിമ എടുക്കുകയാണ് എന്നൊക്കെ ചോദിച്ചിട്ട് ആദ്യം കുറേ ചീത്ത പറഞ്ഞു. അത് ഞാൻ ചെയ്യില്ല, അത് മോഹൻലാൽ വിളിച്ച് ചെയ്യിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞത്, മോഹൻലാൽ ചെയ്യണമെങ്കിൽ അതിന് യാതൊരു പുതുമയില്ല. കാരണം ലാൽ അത്തരം സന്ദർഭങ്ങളൊക്കെ ഒരുപാട് സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോഴാണ് എനിക്കതിൻ്റെ അകത്തൊരു നർമ്മം കാണാൻ കഴിയുന്നത്. അതിനെ ഞാൻ കമലിനോട് പറഞ്ഞത്. അതുകൊണ്ടാണ് വേദനിക്കുന്ന കോടീശ്വരൻ എന്ന് മമ്മൂട്ടി പറയുമ്പോൾ ആൾക്കാർ ആ രീതിയിൽ ചിരിച്ചത്. ഒരു പക്ഷേ മോഹൻലാൽ പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കില്ല അതിനെ എടുക്കുക. മോഹൻലാൽ വേറെ രീതിയിൽ അത് അവതരിപ്പിക്കും. പക്ഷേ എങ്കിലും അതും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതുപോലെ തന്നെ മഴയത്തുമ്പിയുടെ കാര്യത്തിൽ ഞങ്ങൾ കഥ ഉണ്ടാക്കാൻ വേണ്ടി കുറേ നാളെടുത്തിട്ടാണ് അങ്ങനെ ഒരു കഥയിലേക്ക് ലാൻഡ് ചെയ്തപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ആകെ 2 സെൻറ്റൻസിൽ പറയാവുന്ന കാര്യങ്ങളുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടികൾ പഠിക്കുന്ന കോളേജിൽ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ അധ്യാപകനായിട്ട് വരുന്നു. അത്ര സൗന്ദര്യമില്ലാത്തൊരു അധ്യാപകൻ അവിടെ വേറെയുണ്ട്. അദ്ദേഹത്തിൻ്റെ പെൺകുട്ടികൾക്ക് ആർക്കും വേണ്ട, ഇദ്ദേഹത്തിൻ്റെ പുറകെയാണ് എല്ലാവരും എന്ന് പറയുന്ന ഒരു ആശയത്തിൽ നിന്നാണ് ആ സിനിമ തുടങ്ങുന്നത്. അപ്പോൾ ഇത് മമ്മൂട്ടിയുടെ ഫോണിൽ കൂടി അന്നും ഫോണിൽ കൂടി തന്നെയാണ് പറയുന്നത്. പറഞ്ഞ ഉടനെ തന്നെ പുള്ളി ചിരിച്ചു കുറേ നേരം. അത് ശരി, അപ്പോൾ താൻ എന്നെ യഥാർത്ഥത്തിൽ എന്നെ അവതരിപ്പിക്കാൻ പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ ഈ 2 സിനിമയിലും ഒന്ന് ആലോചിച്ച് നോക്കിയേ, മമ്മൂട്ടിയെ 2 തരത്തിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ശ്രീനിവാസൻ പല സിനിമകളിലും കഥാപാത്രങ്ങളെയും കഥാസന്ദർഭങ്ങളെയൊക്കെ കണ്ടെത്തുന്നത്.
ഇപ്പോൾ സാഗർ കോട്ടപ്പുറത്ത് നിന്ന് അയാൾ കഥ എഴുതുകയാണ്, അതും ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. അത് സിദ്ദീഖിൻ്റെ കഥയാണ്. സിദ്ദീഖാണ് ഈ സാഗർ കോട്ടപ്പുറം എന്നുള്ള കഥാപാത്രത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നോടും ശ്രീനിവാസനോടും പറയുന്നത്. പക്ഷേ അതിനെ തുടർന്നിട്ടുള്ള സംഭവങ്ങൾ, ഇപ്പോൾ ചോദിച്ചു പോകാമെന്നുള്ള ആ സംഭാഷണം വളരെ പ്രസിദ്ധമായിട്ടുള്ളതാണ്. അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളും ആ താസിൽദാരായിട്ടുള്ള ഒരു ശത്രുതയും, അതുപോലെ തന്നെ താസിൽദാരെ ഉദ്ദേശിച്ചിട്ടൊരു നോവൽ എഴുതുന്നുണ്ടല്ലോ, അതിന് ഗസറ്റഡ് യക്ഷി എന്ന് പേരിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പേരിടാന്ന് പറഞ്ഞിട്ട് ശ്രീനിവാസൻ സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചപ്പോൾ ഞാൻ ശരിക്കും അത് വായിച്ചിട്ട് കുറേ നേരം ചിരിച്ചുപോയി. കാരണം അങ്ങനെ ഒരു പേര് സത്യത്തിൽ സാധാരണ നമുക്കൊക്കെ ഓർക്കാം, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മനസ്സിൽ വരാത്തൊരു പേരാണ് ഗസറ്റഡ് യക്ഷി. ആ നോവലിൻ്റെ കഥാപാത്രത്തിൻ്റെ പേരാണത്, അല്ല നോവലിൻ്റെ പേരാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ശ്രീനിവാസൻ, എനിക്ക് തോന്നുന്നത് നമ്മുടെ മുമ്പിലുള്ള എല്ലാ സിനിമകളും ഒരു പാഠപുസ്തകം പോലെ അദ്ദേഹത്തിൻ്റെ സിനിമയും അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളും ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ കിടക്കുകയാണ്. അതിനി എത്ര കാലം കഴിഞ്ഞാലും അത് ഉണ്ടാവും. ഇപ്പോൾ ഈ സംഭാഷണങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമല്ലേ. ശ്രീനിവാസൻ്റെ ഓരോ സിനിമകളിലെയും സംഭാഷണങ്ങൾ, കഥാപാത്രങ്ങൾ പറയുന്ന സംഭാഷണങ്ങളൊക്കെ തന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ വലിപ്പ ചെറുപ്പങ്ങളില്ല. രാഷ്ട്രീയ നേതാക്കൾ വരെ, ഇപ്പോൾ മുഖ്യമന്ത്രി വരെ ആ സംഭാഷണമൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും ചിലപ്പോൾ പല സന്ദർഭത്തിലുള്ള. ഇപ്പോൾ അസംബ്ലിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളൊക്കെ കോട്ട് ചെയ്തിട്ട് ഒരുപാട് സംസാരിക്കുന്നത് നമ്മൾ കേൾക്കാം. ചില പ്രസംഗങ്ങളിലൊക്കെ തന്നെ കടന്നു വരും. ഇപ്പോൾ സുകുമാർ അഴീക്കോടൊക്കെയുള്ള ആൾക്കാരൊക്കെ തന്നെ ശ്രീനിവാസൻ്റെ സംഭാഷണങ്ങൾ കോട്ട് ചെയ്ത് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒരു വലിയൊരു അനുഗ്രഹം. പിന്നെ ഏറ്റവും വലിയൊരു അത്ഭുതം ശ്രീനിവാസനെ കുറിച്ച് പറയുമ്പോൾ, അദ്ദേഹം കഥാകൃത്തായിട്ട് സിനിമയിൽ വന്ന ആളല്ല. ഒരു ചെറുകഥ പോലും അദ്ദേഹം എഴുതിയിട്ടില്ല. അല്ലെങ്കിൽ തിരക്കഥാകൃത്താകാൻ ആഗ്രഹിച്ച് സിനിമയിൽ വന്ന ആളല്ല. ഇപ്പം ഞാനൊക്കെ സിനിമയിൽ വരുന്ന കഥ എഴുതാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ് സിനിമ ജീവിതം. തുടങ്ങിയത് തന്നെ അങ്ങനെയാണ്. പക്ഷേ ശ്രീനിവാസൻ അതല്ല, അഭിനയിക്കാൻ വേണ്ടിയിട്ട്, അതായത് അഭിനയിക്കാൻ ചാൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രിയദർശൻ പറഞ്ഞ് താൻ പേനെടുത്ത് കടലാസ് എടുത്തിട്ട് സ്ക്രിപ്റ്റ് എഴുതും. അങ്ങനെ നിവൃത്തികേട് കൊണ്ട് സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട് മാറിയ ഒരാളാണ് ശ്രീനിവാസൻ. ഒന്ന് ആലോചിച്ച് നോക്കി, നിവൃത്തികേട് കൊണ്ട് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി തിരക്കഥ എഴുതാൻ തുടങ്ങിയൊരു മനുഷ്യൻ ഇന്ന് മലയാള സിനിമ ചർച്ച ചെയ്യുന്ന ഏറ്റവും മികച്ച എഴുത്തുകാരനായി മാറി എന്നുള്ളതാണ്. MT പക്ഷേ നോവൽ എഴുതിയും ചെറുകഥയൊക്കെ എഴുതിയിൽ പത്മരാജൻ അങ്ങനെ കഥകൾ എഴുതിയിട്ടൊക്കെ വന്ന ആളാണെങ്കിൽ ഈ പാരമ്പര്യങ്ങളൊന്നുമില്ലാതെ നമ്മളെ അതിശയിപ്പിക്കുന്ന സിനിമകളിലൂടെ അദ്ദേഹത്തെ തിരക്കഥാകൃത്ത് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ എഴുത്തുകാരൻ എന്നുള്ള രീതിയിലാണ് കൂടുതൽ അടയാളപ്പെടുത്താൻ എനിക്കിഷ്ടം. ഒരുപക്ഷെ കുറേ വർഷങ്ങൾ കഴിഞ്ഞാലും അദ്ദേഹം അഭിനയിച്ച കഥാപാത്രങ്ങളെക്കാളും മേലെ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ എഴുത്തിലൂടെയുള്ള അദ്ദേഹം സൃഷ്ടിച്ച കഥാപാത്രങ്ങളാണ്. തീർച്ചയായും. പക്ഷെ അങ്ങനെ ആ എഴുത്ത് വളരെ മുമ്പിൽ നിൽക്കുമ്പോഴും അത് പിന്നീടാണ് വന്നതെങ്കിൽ കൂടിയും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു നടനായി നിൽക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തെ മലയാളം സിനിമയുടെ നായക നിർവചനങ്ങളൊക്കെ നമുക്കറിയാം. പ്രേം നസീർ അല്ലെങ്കിൽ മമ്മൂട്ടി, പിന്നീട് മോഹൻലാലും ശ്രീനിവാസനും ചേർന്ന ദ്വയം ആണ് ഒരുപക്ഷെ പിന്നീട് മാറ്റങ്ങൾ ഉണ്ടാക്കിയത് എന്ന് വേണമെങ്കിൽ പറയാം എന്ന് തോന്നുന്നു. അതൊക്കെ നിങ്ങളൊക്കെ തന്നെയാണ് അത് സാക്ഷ്യപ്പെടുത്തേണ്ടത്. ഞാൻ വരാം ശ്രീ കമൽ. ആ ചോദ്യം ഞാൻ തുടർന്ന് ഡോക്ടർ ഷിജു ഖാനിലേക്കൊന്ന് വെക്കുകയാണ്. നോക്കുക, ഈ പാവം രാജകുമാരനിൽ അതാണ് കമലും ശ്രീനിവാസനും തമ്മിൽ ഉള്ള ഒരു സംവിധായകനും തിരക്കഥാകൃത്തും എന്നുള്ള നിലയ്ക്ക് ആദ്യം വരുന്നത് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ആ സിനിമയിൽ പക്ഷേ പ്രണയിക്കുന്ന അധ്യാപകൻ ആയിട്ട് അല്ലെങ്കിൽ പ്രണയിക്കുന്ന നായകനായി വരേണ്ടിയിരുന്നത് അന്നത്തെ സൂപ്പർ താരങ്ങളായിരുന്നു. പക്ഷേ വന്നത് മീശയൊക്കെ വടിച്ചു നിൽക്കുന്ന ശ്രീനിവാസൻ്റെ കഥാപാത്രം. ശ്രീനിവാസൻ എന്ന നടനാണ്. അദ്ദേഹമാണ് ആ കഥാപാത്രമായി മാറിയത്. നായക സങ്കല്പങ്ങളെയൊക്കെ അത് മാറ്റിമറിച്ചൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് ഇങ്ങോട്ട് പലപ്പോഴും നമ്മളത് കണ്ടു. ഒരുപക്ഷെ വടക്ക് നോക്കി യന്ത്രത്തിൽ ശ്രീനിവാസൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തൻ്റെ ശരീരത്തിൽ തന്നെയാണ് കഥയ്ക്കുള്ള, കഥാപാത്രത്തിനുള്ള, പ്രേക്ഷകർ കൈയടിക്കുന്നതിനുള്ള, ചിരിക്കുന്നതിനുള്ള വിഭവം കണ്ടെത്തിയത്. ഇത് ഒരുപക്ഷെ മലയാളിക്കൊരു പുതിയ അനുഭവമായിരുന്നു അല്ലേ ഷിജു ഖാൻ? അല്ല, ഞാൻ ഇപ്പോൾ ശ്രീ കമൽ സാറ് എനിക്ക് വളരെ വ്യക്തിപരമായിട്ടും അടുപ്പമുള്ള ആളാണ്. മലയാളത്തിൽ ഏറ്റവും കാൽപ്പനികമായ ഹൃദയസ്പൃക്കായ ഒട്ടേറെ പ്രണയ സിനിമകൾ നമുക്കിപ്പോഴും നമ്മൾ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കുന്ന ഒട്ടേറെ സിനിമകൾ അദ്ദേഹം നമുക്ക് നൽകുകയുണ്ടായി. എനിക്ക് മഴയത്തു മുമ്പേ തീർച്ചയായിട്ടും ശ്രീനിവാസൻ എന്ന് പറയുന്നൊരു ഒരു പ്രതിഭയുടെ, അതോടൊപ്പം കമൽ സാറിൻ്റെ ഒക്കെ ആ ഒരു സഹകരണത്തിൽ പിറന്ന മഴയത്തു മുമ്പേ ഇന്നും നമ്മളെ അങ്ങേയറ്റം നമ്മുടെ ഏകാന്തതകളെ ഒക്കെ അസ്വസ്ഥപ്പെടുത്തുന്ന സ്നേഹത്തിൻ്റെയും സ്നേഹത്തിനു വേണ്ടിയുള്ള പലതരത്തിലുമുള്ള ത്യാഗങ്ങളുടെയും അതോടൊപ്പം സ്നേഹത്തിനു വേണ്ടിയുള്ള അകലങ്ങളുടെയും ഒക്കെ ഒരു മലയാളത്തിലെ ഏറ്റവും ഗംഭീരമായ സിനിമകളിലൊന്നാണ്. ഇപ്പം നന്ദകുമാർ വർമ്മയാകട്ടെ, അല്ലെങ്കിൽ സ്നേഹത്തിനു വേണ്ടി ഓടി നടക്കുന്ന ശ്രുതി ആകട്ടെ, ഉമയാകട്ടെ, അവസാനം നന്ദകുമാർ വർമ്മ തിരിച്ചറിയുന്ന
ചതി ആകട്ടെ, ഇതെല്ലാം അടിസ്ഥാനപരമായി സ്നേഹം, ഇതിൻ്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് ബേസായി കിടക്കുന്നത് സ്നേഹമാണ്. അവിടെ ശ്രീനിവാസൻ്റെ ആ രചനാപരമായ സവിശേഷത നമ്മൾ പലപ്പോഴും ഹാസ്യാത്മകമായ അല്ലെങ്കിൽ രാഷ്ട്രീയ ആക്ഷേപഹാസ്യം നിറഞ്ഞ കാരിക്കേച്ചർ പോലുള്ള ഒട്ടേറെ കഥാപാത്രങ്ങളുടെ നിർമ്മിതിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും എത്ര സുന്ദരമായ സ്നേഹത്തെ എല്ലാ കാലത്തേക്കും അടയാളപ്പെടുത്തുന്ന ഒരു സിനിമയായിട്ട് മഴയത്തു മുമ്പേ മാറുമ്പോൾ അതിൽ ഒരു പ്രധാനപ്പെട്ട അതിൽ പങ്കുവഹിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ ശ്രീനിവാസൻ അടയാളപ്പെടുത്തപ്പെടും. അതോടൊപ്പം ഒരു സംവിധായകൻ, തിരക്കഥാകൃത്ത് എന്ന നിലയിലെല്ലാം ഒരേ സ്വഭാവത്തിൽ അല്ലെങ്കിൽ ഒരേ സമയം ഇതൊക്കെയായി അദ്ദേഹം രചനയും ഒക്കെ നിർവഹിച്ച് വന്നിട്ടുള്ള ചിന്താവിഷ്ടയായ ശ്യാമള പോലുള്ള സിനിമകൾ വാസ്തവത്തിൽ ഒരു കുടുംബ ബന്ധത്തിനകത്ത്, കുടുംബത്തിനുള്ളിൽ എങ്ങനെയാണ് ഭർത്താവും ഭാര്യയും അല്ലെങ്കിൽ മക്കളും തമ്മിലുള്ളൊരു ബന്ധമെന്നോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പിതാവും അങ്ങനെ ഉള്ള കുടുംബ ബന്ധങ്ങളെന്നോ അതല്ലെങ്കിൽ എങ്ങനെയാണ് സാമ്പത്തികമായി ജീവിതം പരിമിതപ്പെടുന്നതെന്നോ പിന്നീട് ആത്മീയ ജീവിതത്തിലേക്ക് കടക്കുന്നത്, തിരിച്ചു വരുന്നത്, തന്നെ ആശ്രയിക്കാതെ തന്നെ തൻ്റെ കുടുംബം ജീവിക്കുന്നത് കാണുന്ന ഒരു കഥാപാത്രം. വാസ്തവത്തിൽ മധ്യവർഗ മലയാളിയെ അല്ലെങ്കിൽ സാധാരണ ജീവിതം നയിക്കുന്ന മലയാളിയെ, മധ്യവർഗം ഒരു അപ്പർ മിഡിൽ ക്ലാസ് അല്ല, ഒരു ലോവർ മിഡിൽ ക്ലാസ്സോ അതിന് താഴെയൊക്കെ ജീവിക്കുന്ന കുടുംബങ്ങളെ കൃത്യമായും പ്രശ്നവൽക്കരിക്കുകയാണ്. ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ആത്മീയത പോലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ആളുകളെ സ്വാധീനിക്കുന്നത്, വാസ്തവത്തിൽ എങ്ങനെയാണ് അതിൽ അഭയം പ്രാപിക്കുന്നത്, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് വരച്ച് കാട്ടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഗോളാന്തര വാർത്തയിലെ കാരക്കൂട്ടിൽ ദാസൻ, ഇപ്പോൾ എൻ്റെ ഒരു കുട്ടിക്കാലം, ഞാൻ ആ സിനിമ 1993 ഞാൻ കരുതുകയാണ്. ചെറിയ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ ക്ഷമിക്കണം. കാരക്കുട്ടിൽ ദാസൻ ഗോളാന്തര വാർത്തയുമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ഞാനൊരു 4ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന സമയമാണ്. ഞാൻ കാണുന്ന ഒരു ഗുണ്ട, അതല്ലെങ്കിൽ ഞാൻ കാണുന്ന ഒരു സമൂഹത്തിൽ ക്രിമിനൽ ആക്ടിവിറ്റിയിൽ നിരന്തരം ഇടപെടുന്ന ഒരു കഥാപാത്രമായിട്ട് കടന്നു വരികയാണ്. മറ്റൊരു കഥാപാത്രത്തെ കൊണ്ട് സ്വയം തൻ്റെ കഥാപാത്രത്തെ പറയിക്കുകയാണ്. ഇത് സർവോപരി തെണ്ടിയും എന്താണ് അതോടൊപ്പം വാസ്തവത്തിൽ കാരക്കൂട്ടിൽ ദാസനെ നമ്മൾ ചൂണ്ടുന്നു ഒരു ഗുണ്ടാ പ്രവർത്തനങ്ങളുടെ ഒക്കെ. പക്ഷേ യഥാർത്ഥത്തിൽ സദാചാര നിഷ്ഠയുമായി ബന്ധപ്പെട്ട ഈ പുതിയ കാലഘട്ടത്തെ നമ്മൾ അനാവരണം ചെയ്യുമ്പോൾ കാരക്കൂട്ടിൽ ദാസനും അതിൽ പ്രധാന കഥാപാത്രത്തെ അഭിനയിച്ച നമ്മുടെ മമ്മൂട്ടിയൊക്കെ ഇന്നത്തെ വർത്തമാന കാലത്ത് വിശകലനം ചെയ്യുമ്പോൾ ഒരുപാട് അർത്ഥങ്ങൾ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. അദ്ദേഹവുമായിട്ട് ദീർഘകാലത്തെ ബന്ധമുള്ള ഭാഗ്യലക്ഷ്മിയെ പോലെയും കമൽ സാറിനെ പോലെയുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങൾ ഇരിക്കുമ്പോൾ എനിക്ക് പരിമിതിയുണ്ട്. പക്ഷേ ഞാൻ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, കഥാപാത്രങ്ങളെ ചൂണ്ടിയും സിനിമകളെ ചൂണ്ടിയും വർത്തമാനകാലം വരെയുള്ള ഒരു കാലഘട്ടത്തിൽ മലയാളിക്ക് അവിസ്മരണീയമായ ഒട്ടനേകം സംഭാവനകൾ അദ്ദേഹം നൽകുകയുണ്ടായി. അപ്പോൾ അഴകിയ രാവണൻ ഇവിടെ പരാമർശിക്കുകയുണ്ടായി. അഴകിയ രാവണനിലൊക്കെ അദ്ദേഹം അഭിനയിച്ച കഥാപാത്രങ്ങൾ അത് വാസ്തവത്തിൽ ഇപ്പോൾ ഏറ്റവും അവസാനം ഞാൻ ട്രാഫിക്കിനെ കുറിച്ച് പറയാം. 2011 ശ്രീ രാജേഷ് പിള്ള സംവിധാനം ചെയ്ത ട്രാഫിക്, ആ ട്രാഫിക്കിൽ സുദേവൻ നായർ എന്ന് പറയുന്ന ഒരു പോലീസുകാരനായിട്ട്, കോൺസ്റ്റബിളായിട്ട് ശ്രീനിവാസൻ അഭിനയിക്കുകയാണ്. എത്രമാത്രം ജൈവികമായ എത്ര ജെന്യുവിനായിട്ടുള്ള അഭിനയമാണ് അതിൽ അദ്ദേഹം നടത്തുന്നത്. ട്രാഫിക് സിനിമ മലയാളത്തിൽ വളരെ പ്രധാനപ്പെട്ട സിനിമകളായി പിൽക്കാലത്ത് ചർച്ച ചെയ്യപ്പെട്ട സിനിമയാണ്. അങ്ങനെ ഒരേ സമയം സംവിധായകൻ്റെയും തിരക്കഥാകൃത്തിൻ്റെയും അതോടൊപ്പം നടൻ്റെയും ഈ 3 സിനിമയിലെ ഏറ്റവും സജീവമായ പങ്ക് സംഭാവന ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹം അഭിനയിച്ച സിനിമകൾ നമുക്കൊന്നും അങ്ങനെ മാറ്റി നിർത്താൻ സാധിക്കുകയില്ല. പിന്നെ സന്ദേശത്തെ മുൻനിർത്തി എല്ലാ കാലങ്ങളിലും ചർച്ചകൾ വരാറുണ്ട്. ഞാൻ സന്ദേശം സിനിമയെ കാണുകയാണ്. ഇപ്പം നമുക്കതിൻ്റെ എല്ലാ സാഹിത്യകൃതികളെയും അതോടൊപ്പം കവിതയെയും കഥയെയും സിനിമയെയും നോവലിനെയും ഒക്കെ കമ്മ്യൂണിസ്റ്റുകാരെന്ന നിലയിൽ, ഇടതുപക്ഷക്കാരെന്ന നിലയിൽ ഞങ്ങൾ അഡ്രസ്സ് ചെയ്യാറുണ്ട്, സമീപിക്കാറുണ്ട്. ഒരു കഥാകൃത്തിനെയോ അതല്ലെങ്കിൽ ഒരു കവിയോ ഒന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെയോ വിമർശിച്ചു എന്ന നിലയിൽ അസഹിഷ്ണുതയോടെ മാറ്റി നിർത്തുക, അതല്ലെങ്കിൽ നിത്യശത്രുവായി പ്രഖ്യാപിക്കുക, ഈ നിലപാടൊന്നും ഒരു ഘട്ടത്തിലും കേരളത്തിലെ ഇടതുപക്ഷമോ കമ്മ്യൂണിസ്റ്റുകാരോ ഒന്നും സ്വീകരിച്ചിട്ടില്ല.
ശ്രീനിവാസനും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇവിടെ ശ്രീ കമലും ഭാഗ്യലക്ഷ്മിയും ഒക്കെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ അതാത് കാലഘട്ടങ്ങളിലെ അതാത് സന്ദർഭങ്ങളിലെ ഈ സിനിമയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന അംശങ്ങൾ സ്വാംശീകരിക്കുക, അത് കൃത്യമായി ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക എന്നുള്ളതിനപ്പുറം ശ്രീനിവാസൻ ശാശ്വതമായ ഒരു രാഷ്ട്രീയ പക്ഷത്തേക്ക്, അദ്ദേഹത്തിൻ്റെ കൃത്യമായ രാഷ്ട്രീയം നമുക്കറിയാം, അദ്ദേഹത്തിനൊരു ഇടത് മാനുഷിക മനുഷ്യത്വപരമായ ഒരു രാഷ്ട്രീയ ചിന്താഗതിയുള്ള ഒരാളാണെന്നുള്ളത് അദ്ദേഹത്തെ അറിയാവുന്നവർക്കൊക്കെ അറിയാം. അതിനപ്പുറം അദ്ദേഹം സിനിമയിലൂടെ അത് ഏതെങ്കിലും ഒരു പക്ഷത്തെ നശിപ്പിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമായി സിനിമയെ ഉപയോഗിച്ചു എന്ന് കാണാനാകില്ല. ഞാൻ ഒന്ന് ഷിജു ഭാഗ്യലക്ഷ്മിയിലേക്ക് അതുമായി ഒന്ന് കണക്ട് ചെയ്ത് പോട്ടെ. ഈ ബുദ്ധിമാനായ ഒരു കലാകാരൻ ഭാഗ്യലക്ഷ്മി, ഞാൻ അങ്ങനെ ശ്രീനിവാസനെ ഈ ഘട്ടത്തിൽ പറഞ്ഞാൽ, അദ്ദേഹം അഭിനയിക്കുന്ന കാര്യത്തിൽ നോക്കൂ, നാടോടിക്കാറ്റ് എഴുതിയ ആൾ, അതിൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കഥാപാത്രം അദ്ദേഹമാകുന്നു. പിന്നീട് മുകുന്ദേട്ട സുമിത്ര വിളിക്കുമ്പോൾ അതിൽ വില്ലന് തുല്യമായ കഥാപാത്രമായിട്ടുള്ള എതിരായി നിൽക്കുന്ന കഥാപാത്രത്തെ, മോഹൻലാലിൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന കഥാപാത്രമായി അദ്ദേഹം സ്വയം ആകുന്നു. ഇതുപോലെ പലയിടത്തും നോക്കുക. പിന്നീട് ഇങ്ങോട്ട് വന്ന ചെറിയ കഥാപാത്രങ്ങളൊക്കെ ആണെങ്കിലും, അപ്പക്കാളയാണെങ്കിലും മേഘത്തിലെ കഥാപാത്രമാണെങ്കിലും ഒക്കെ അദ്ദേഹം എഴുതുന്ന സിനിമകളിൽ ഒരുപക്ഷെ ഇപ്പുറത്ത് വേണമെങ്കിൽ കൂടുതൽ നായക പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ, പാവം രാജകുമാരനൊക്കെ ചെയ്യുന്ന ഘട്ടത്തിൽ പോലും ഇപ്പുറത്ത് മറ്റുള്ളവരോടൊപ്പം സൂപ്പർ താരങ്ങളോടൊപ്പം ചേർന്ന് രണ്ടാമത്തെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വില്ലന് തുല്യമായ കഥാപാത്രം താനായി മാറി പ്രേക്ഷകരിലേക്ക് ഇറങ്ങി ഒരു നടൻ എന്ന നിലയിൽ അംഗീകാരം നേടിയെടുത്ത ബുദ്ധിമാനായ കലാകാരൻ. അത് തിരക്കഥയിലുമൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ ഉപയോഗപ്പെടുത്തി. ചിന്താവിഷ്ടയായ ശ്യാമളയിൽ ഇന്ന് നമ്മൾ അയ്യപ്പൻ്റെ മാല ഇട്ട് വരുന്ന ഒരാൾ ഇന്ന് ഈ രീതിയിൽ മാല ഊരാതെ ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു നടനായി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് ഇന്നത്തെ ദിവസം ആലോചിച്ചാൽ നമുക്ക് ആ സിനിമ ഇന്ന് എങ്ങനെ സ്വീകരിക്കപ്പെടും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ അന്നത് ആ രീതിയിൽ ഉപയോഗപ്പെടുത്താനുള്ള ധൈര്യം ശ്രീനിവാസനുണ്ടായിരുന്നു. വരവേൽപ്പിൽ, വെള്ളാനകളുടെ നാട്ടിൽ ഒക്കെ എങ്ങനെ തോന്നുന്നു ബുദ്ധിമാനായ കലാകാരൻ? അദ്ദേഹം തൻ്റെ എഴുത്തിൽ കൂടെയും കഥാപാത്രങ്ങളിൽ കൂടെയും പറഞ്ഞതെല്ലാം തന്നെ നമ്മൾ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവിക്കുന്ന കഥാപാത്രങ്ങളെ തന്നെയാണ്. അത് ചിലവർക്ക് ഈ പറയുന്ന മാതിരി ഇത് എന്നെ തന്നെയാണ് എന്ന് കൊള്ളുന്നത്, അത് അങ്ങനെ തന്നെ ആളുകൾ ഇവിടെ ഉള്ളത് കൊണ്ടാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വളരെ ചെറുപ്പത്തിലേ ഞാൻ വിചാരിക്കും നല്ല ബുദ്ധിജീവിയാണെന്ന് തോന്നുന്നു എന്ന്. ഞാനിങ്ങനെ ഒരു തമാശയായിട്ടൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹം ആസ്വദിച്ച് ചിരിക്കും. പക്ഷേ നമ്മൾ അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളോ അത് നമ്മൾ തനിച്ചിരിക്കുന്ന സ്വകാര്യ സംഭാഷണങ്ങളാവട്ടെ, സിനിമയിൽ കൂടി അദ്ദേഹം പറയുന്ന ഡയലോഗ്സ് ഒക്കെ ആവട്ടെ, എന്താണെങ്കിലും നമ്മൾ അദ്ദേഹം പറയുമ്പോൾ അത് കേട്ട് കഴിഞ്ഞ് ഒരു സെക്കൻഡ് കഴിഞ്ഞ് ആലോചിക്കുമ്പോഴാണ് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞതിൽ ഇങ്ങനെ ഒരു അർത്ഥമുണ്ടല്ലേ എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. നോക്കൂ, നേരത്തെ കമൽ സാർ പറഞ്ഞതുപോലെ ശ്രീനിയേട്ടൻ എന്ന് പറയുന്ന ഈ കഥാകൃത്ത്, തിരക്കഥാകൃത്ത്, നടൻ എന്ന് പറയുന്ന ഒരാളെ ഈ സിനിമ ഉള്ളിടത്തോളം കാലം മനുഷ്യന് മറക്കാൻ സാധിക്കില്ല. കാരണം എല്ലാ കാലവും എല്ലാ തലമുറയ്ക്കും ചേരുന്ന രീതിയിലായിരുന്നു ശ്രീനിയേട്ടൻ്റെ കഥാപാത്ര സൃഷ്ടികൾ, കഥയുടെ സൃഷ്ടികൾ. അദ്ദേഹം പൊതുസമൂഹത്തോട് സംസാരിക്കുന്ന വിഷയങ്ങൾ പല പ്രസംഗങ്ങളിലും തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വളരെ വളരെ രൂക്ഷമായി അദ്ദേഹം ആര് എന്ത് എന്ന് നോക്കാതെ തന്നെ താൻ വിശ്വസിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തെ ആണെങ്കിലും അതല്ല എതിരണിയെയാണെങ്കിലും ആരെയാണെങ്കിലും വളരെ ഓപ്പണായിട്ട് ഇടം വലം നോക്കാതെ വിമർശിക്കുകയും തൻ്റെ അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തൊരു ഒരു ഒരു വലിയ കലാകാരനും വലിയൊരു എഴുത്തുകാരനും വലിയൊരു മനുഷ്യനുമായിരുന്നു. ഇന്ന് ഈ ചർച്ചയിൽ ഇരിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, നമുക്കൊരിക്കലും ഇങ്ങനെ കരഞ്ഞ് മുഖമായിട്ട് കരഞ്ഞ കണ്ണുകളുമായിട്ട് ശോകമായിട്ട് നമുക്ക് ശ്രീനിയേട്ടനെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല ഒരിക്കലും. നമുക്ക് ശ്രീനിയേട്ടനെ കുറിച്ച് ഓർമ്മിക്കാനുള്ളതെല്ലാം സന്തോഷമുള്ള കാര്യങ്ങളാണ്, അഭിനന്ദിക്കാനുള്ള കാര്യങ്ങളാണ്. അതാണ് ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് സങ്കടമില്ലാഞ്ഞിട്ടല്ല, എനിക്ക് ഉള്ളിൽ ഒരുപാട് സങ്കടമുണ്ട്. ഒരു നല്ല സുഹൃത്തെന്ന് തന്നെ പറയാം. ഈ കഴിഞ്ഞ ഈ ഒരു വർഷത്തിൽ ഏറ്റവും അധികം എന്നെ വേദനിപ്പിച്ച 2 മരണം എന്ന് പറഞ്ഞാൽ ഒന്ന് MT വാസുദേവൻ സാറും 2 ശ്രീനിയേട്ടനുമാണ്. അത്രയധികം
ശ്രീനേട്ടനുമായിട്ടൊരു ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. പക്ഷെ അതൊരിക്കലും നമ്മളാരും അങ്ങനെ ഓപ്പണായിട്ട് പറഞ്ഞിട്ടില്ല. ഈ ഇടക്കാലത്ത് ഞാൻ ഒരിക്കൽ വീട്ടിൽ കാണാൻ പോയിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 3-4 മാസം മുമ്പ് ഞാൻ വീട്ടിൽ കാണാൻ പോയിരുന്നു. പോയപ്പോൾ 3-4 മാസമല്ല, ഒരു 8 മാസം മുമ്പാണ് കാണാൻ പോയപ്പോൾ ഞാൻ ഈ 80 മദ്രാസ് മെയിൽ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട്, ശ്രീനേട്ട നമ്മളൊക്കെ ചെന്നൈയിൽ ഒരുപാട് മദ്രാസിൽ കഷ്ടപ്പെട്ട ആളുകളല്ലേ, മദ്രാസിലുള്ള എല്ലാവർക്കും വേണ്ടി ഇങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട്, ശ്രീനേട്ടൻ വരണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ സംസാരിച്ചപ്പോൾ ഞാൻ ആ കൂട്ടത്തിൽ ശ്രീനേട്ടൻ്റെ അടുത്ത് പെട്ടെന്ന് ചോദിച്ചു, അന്ന് ആ നാടകം പെട്ടെന്ന് നിർത്തിവെച്ചിട്ട് പോകാനുള്ള കാരണം എന്തായിരുന്നു? ഇത്രയും വർഷം ഞാനത് ചോദിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് ഇവളെ കല്യാണം കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ അവിടുന്ന് ഓടി വന്നത്. കാരണം ഞാൻ അപ്പോൾ ഓടി വന്നില്ലായിരുന്നെങ്കിൽ ഇവളെ വേറെ വല്ലവരും കെട്ടിക്കൊണ്ട് പോകുമായിരുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ കുറേ ചിരിച്ചു. അന്ന് ആ 80 മദ്രാസ് മെയിലിൻ്റെ പരിപാടിക്ക് അദ്ദേഹം വരികയും ചെയ്തു. ഒരുപാട് ഞങ്ങൾക്കെല്ലാം ഒരുപാട് സന്തോഷം തോന്നി. കാരണം ആ കാലത്തുണ്ടായിരുന്ന എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ശ്രീനേട്ടനെ എനിക്ക് തോന്നുന്നില്ലേ നമുക്കൊരിക്കലും ഞങ്ങൾക്കാർക്കും ശ്രീനേട്ടനെ മറക്കാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും ആ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഓർത്തത്. എവിടെയോ അദ്ദേഹം പറഞ്ഞതായിട്ടോ എഴുതിയതായിട്ടോ കണ്ടു. അതിൻ്റെ ഒരു 1000 രൂപ എന്തോ കടം വാങ്ങി പോയ ഒരു കാഴ്ച. നമ്മുടെ ചെയർമാൻ അത് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയുകയാണ്, നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയിൽ നിന്നാണ് എന്ന് തോന്നുന്നു അത് വാങ്ങിപ്പോയത്, ആ താലിയുടെ പൈസ. ശ്രീ കമലിനെ അറിയായിരിക്കും. ശ്രീ കമൽ, അതെന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അതും കൂടി പറഞ്ഞാൽ. ഞാൻ വേറൊരു കാര്യമാണ് അങ്ങയോട് ചോദിക്കാൻ വെച്ചത്. അത് നോക്കൂ, ഇതിൽ ഏതാണ് യഥാർത്ഥത്തിൽ ശ്രീനിവാസൻ? നമ്മൾ നാടോടിക്കാറ്റിൽ കണ്ട, പട്ടണപ്രവേശത്തിൽ കണ്ട, അക്കരയിൽ കണ്ട ശ്രീനിവാസനാണെന്ന് ചിലരൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ എഴുത്തുകാരനും അതിൻ്റെ കണ്ട ഒരു വേഷത്തിൻ്റെയൊക്കെ. പക്ഷെ നോക്കൂ, താങ്കളുടെ സിനിമകളിലൊക്കെ ഇതേപോലെയാണെന്ന് കരുതിയാണ് നമ്മൾ നോക്കുന്നത്. പക്ഷെ ഞാനൊന്ന് നോക്കിയപ്പോൾ ഒരു 5ഓളം സിനിമകൾ എഴുത്തുകാരനായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അതിലെല്ലാത്തിലും വ്യത്യസ്തമായ കഥകളാണ്. മഴയത്ത് മുമ്പേ, അഴകിയ രാവണൻ, ചമ്പക്കുളം തച്ചൻ, പാവം രാജകുമാരൻ, അയാൾ കഥ എഴുതുകയാണ്. ഇതൊക്കെ ഈ നേരത്തെ പറഞ്ഞ ഒരു ജേണലിൽ വരുന്നതല്ല. അതിനു മുമ്പൊരു KG ജോർജിൻ്റെയും ബക്കറിൻ്റെയും ഒക്കെ കൂടെ നിന്നിട്ടുള്ള ഒരു നടൻ്റെ വേറൊരു പരിവേഷമുണ്ട്. ഇതിലേതാണ് യഥാർത്ഥ ശ്രീനിവാസൻ? അദ്ദേഹം താങ്കൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ശ്രീനിവാസൻ ഇതെല്ലാം ചേർന്നിട്ടുള്ളതാണ്. എന്നാൽ ഇതൊന്നുമല്ലേ എന്ന് ചോദിച്ചാൽ ഇതൊന്നുമല്ല. അതാണ് ശ്രീനിവാസൻ മാറി നിന്നെല്ലാം നിരീക്ഷിക്കുന്ന ഒരാളാണ്. പക്ഷേ എന്നാൽ ശ്രീനിവാസൻ്റെ കഥാപാത്രങ്ങളിലൂടെയും കഥയിലൂടെയൊക്കെ തന്നെ ശ്രീനി അതിലേക്ക് ഇറങ്ങി ചെല്ലാറുണ്ട്. അല്ലാണ്ട് എഴുതാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ജോർജ് സാറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, പഞ്ചവടിപ്പാലം എന്ന് പറഞ്ഞ സിനിമയിൽ ശ്രീനിവാസൻ ചെയ്തിട്ടുള്ളൊരു കഥാപാത്രം ഉണ്ടല്ലോ, ഈ എല്ലാം കാണുന്ന ഒരു മനുഷ്യൻ മാറി നിന്നുകൊണ്ട് നർമ്മത്തോടുകൂടി അല്ലെങ്കിൽ വേദനയോടുകൂടി എല്ലാം നോക്കി കാണുന്നു. ആ കഥാപാത്രം എങ്ങനെയായിരുന്നു അത് തന്നെയായിരുന്നു ശ്രീനിവാസൻ ഒരു പക്ഷേ സിനിമയുടെ ഒരു പാർശ്വത്തിൽ നിന്നുകൊണ്ട് എല്ലാം നോക്കി കണ്ട്, എന്നിട്ട് അതിലേക്ക് വരുമ്പോൾ ശ്രീനിയുടേതായ കാഴ്ചപ്പാടുണ്ട്, ശ്രീനിയുടേതായ നിഗമനങ്ങളുണ്ട്. അതാണ് അദ്ദേഹം ഓരോ കഥാപാത്രങ്ങളിലൂടെയും അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാം ചേർന്ന ആളാണ് ശ്രീനിവാസൻ. അല്ലാതെ ഒരു രീതിയിൽ മാത്രം അടയാളപ്പെടുത്തേണ്ട ഒരാളല്ല. പിന്നെ ചെയർമാൻ്റെ കല്യാണമായിട്ട് ബന്ധപ്പെട്ട കാര്യം നമുക്ക് എല്ലാവർക്കും കേൾക്കുന്ന കാര്യമാണ്. കാരണം താലിമാല വാങ്ങിക്കാൻ കാശില്ലാണ്ട് ശ്രീനിവാസൻ മദ്രാസിൽ നിന്ന് പോകുന്ന സമയത്ത് ചെയർമാൻ പൈസ കൊടുത്ത് സഹായിച്ചു എന്നുള്ളത് സത്യമാണ്. അത് അദ്ദേഹത്തിന് ചിലപ്പോൾ ഇപ്പോൾ പറയാൻ താല്പര്യം ഉണ്ടാവില്ലേ, പക്ഷേ അത് സത്യം തന്നെയാണല്ലോ. അപ്പോൾ ശ്രീനിവാസനെ സംബന്ധിച്ചോളം ഒരു കാര്യവും മറക്കില്ല എന്നുള്ളതാണ് ജീവിതത്തിൽ. ഇപ്പോൾ തന്നെ സഹായിച്ചവരെ മാത്രമല്ല, താനുമായിട്ട് വഴക്കൂടിയവരെ കുറിച്ചായാലും ശരി, അത് മറക്കില്ല. പക്ഷേ അവരെ ചേർത്ത് പിടിക്കാൻ അദ്ദേഹം പലപ്പോഴും തയ്യാറായിട്ടുണ്ടെന്നുള്ളതാണ്. എനിക്ക് ഓർമ്മയുള്ള ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ പാവം രാജകുമാരൻ്റെ തന്നെ നിർമ്മാതാവ് പടം തുടങ്ങിയത് MN ശ്രീധരൻ എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് അതിൻ്റെ നിർമ്മാതാവായിട്ട് തുടങ്ങിയത്. പിന്നീട് അത് ചെറുപുഷ്പം ഫിലിംസ് ഏറ്റെടുക്കുകയായിരുന്നു, കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണം ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ ചെറുപുഷ്പം എന്ന് പറയുന്ന അന്നത്തെ വലിയ നിർമ്മാണ കമ്പനി അത് ഏറ്റെടുത്തപ്പോഴും ഈ MN ശ്രീധരൻ എന്ന് പറയുന്ന ആളെ കൈവിടാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. എന്നോട് പറഞ്ഞ ഒരു കാര്യം അതായിരുന്നു, കമലെ നമുക്ക് ശ്രീധരൻ നിന്നാണ് ഇത് തുടങ്ങിയത്. ശ്രീധരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം സിനിമയിൽ ആദ്യം അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് സത്യൻ്റെ കാലത്തോട്ട് വന്നാണ്. പിന്നെ ഒരു പണം സംവിധാനം ചെയ്തിട്ടുണ്ട് സാംബശിവനെ വെച്ചിട്ട്. അപ്പോൾ ശ്രീധരനായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മദ്രാസിലെ ഈ വറുതി കാലത്ത് അദ്ദേഹം ഒന്നുമല്ലാതെ മദ്രാസിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു മുറിയിൽ ഒരുമിച്ച് താമസിക്കുകയും അന്ന് ശ്രീനിവാസൻ്റെ അന്നദാതാവ് കൂടിയായിരുന്നു ശ്രീധരൻ എന്ന് പറഞ്ഞത്. ഈ MN ശ്രീധരനായിട്ട് ഇപ്പോഴും ഈ അടുത്ത കാലം വരെയും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരാളാണ്. അദ്ദേഹം ഇടയ്ക്ക് എന്നെ വിളിക്കും പറയും, ഞാൻ ശ്രീനിവാസനായിട്ട് സംസാരിച്ചിരുന്നു,
അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ശ്രീനിവാസൻ്റെ ജീവിതത്തിൽ എം.എൻ. ശ്രീധരന് പിന്നീട് ഒരു റോളും ഉണ്ടായിട്ടില്ല. പാവമ്പാൻ രാജകുമാരനിൽ അദ്ദേഹം ഒരു സഹനിർമ്മാതാവ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിരുന്നതിൽ അപ്പുറത്ത് പിന്നീടുള്ള സിനിമാ ജീവിതത്തിൽ ശ്രീധരന് ഒരു റോളും ഉണ്ടായിട്ടില്ല. എങ്കിൽ പോലും അന്ന് കൂടെ ഉണ്ടായിരുന്ന മനുഷ്യനെ ചേർത്ത് നിർത്തി എന്നുള്ളതാണ്. ഒരുപക്ഷെ അദ്ദേഹം കഥ പറയുമ്പോൾ എന്ന് പറയുന്നത് സിനിമ ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഒരു എം.എൻ. ശ്രീധരനെയൊക്കെ അദ്ദേഹം ഇപ്പുറത്ത് കണ്ടിട്ടുണ്ടാവും. ഈ ബാലൻ എന്ന് പറഞ്ഞ ബാർബറിൽ അതൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്ന് വെച്ചിട്ട് ഒന്നുമല്ലാണ്ട് ഒരാളല്ല കേട്ടോ എം.എൻ. ശ്രീധരൻ. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഏത് കാലഘട്ടത്തിൽ കണ്ട മനുഷ്യരെയും ഒരുമിച്ച് നിർത്താൻ എന്നും കൂടെ ആ സ്നേഹം സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു ഇതായിരുന്നു. നമ്മളൊക്കെ പറയില്ലേ, സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ നിന്ന് കണ്ണ് മഞ്ഞളിച്ചു പോവും, പലരും പഴയ കാലം മറന്നു പോകും എന്നൊക്കെ പറയുന്നത്. പക്ഷേ ശ്രീനിവാസൻ ഒരിക്കലും പഴയ കാലം മറന്നിട്ടില്ല എന്നുള്ളൊരു എക്സാമ്പിളാണ് ഇപ്പോൾ ഭാഗ്യലക്ഷ്മി നേരത്തെ പറഞ്ഞ ഈ നമ്പർ 80 മദ്രാസ് മെയിൽ എന്ന് പറയുന്ന ഈ വാട്സപ്പ് ഗ്രൂപ്പും അതിൽ നിന്ന് ഞങ്ങളുടെ ഒരു കൂട്ടായ്മ ഉണ്ട്, അതിൽ ഞാനും അംഗമാണ്. അത് ശ്രീനിവാസൻ വന്ന ആ ഒരു മീറ്റിങ്ങിൽ ഞാനും പങ്കെടുത്ത ആളാണ്. അപ്പോൾ അത് ഭാഗ്യലക്ഷ്മി എന്നോട് പറയുകയും ചെയ്തതാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ. ശ്രീനിവാസനൊക്കെ അതിൽ വരാനൊക്കെ താല്പര്യം ഉണ്ടായിരുന്ന ഒരാളാണെന്നുള്ളതാണ്. അത് പഴയ സൗഹൃദം വീണ്ടും പുതുക്കാൻ വേണ്ടി കൂടി തന്നെയായിരുന്നു എന്നുള്ളതാണ്. ശ്രീ ഷിജു ഖാൻ നോക്കൂ, ഏത് സിനിമയാണ് മനസ്സിലേക്ക് എന്നൊക്കെ ചോദിച്ചാൽ വലിയ ഒരു സാഹസമാണ്. അത് പറയാൻ പറ്റുമോ എനിക്കറിയില്ല, ഏത് കഥാപാത്രമാണ് എന്ന്. എന്നാലും പറയാൻ ബാക്കി വെക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ 2007 വന്നിട്ടുള്ള കഥ പറയുമ്പോൾ എന്ന് പറയുന്ന സിനിമയിലെ ബാലൻ, മേലുകാവ് എന്ന് പറയുന്നൊരു ഗ്രാമവും അതോടൊപ്പം സൂപ്പർ സ്റ്റാർ അശോക് രാജ് ആയിട്ടുള്ള ബന്ധവും ഒക്കെ വിവരിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ബാലൻ ഈ ഒരു പ്രശസ്തി ഉണ്ടാകുമ്പോൾ നേരിടേണ്ടി വരുന്ന സംഘർഷങ്ങളുമൊക്കെ അവതരിപ്പിക്കുന്ന ഒരു ഗംഭീരമായിട്ടുള്ള സിനിമയായിട്ട് തീർച്ചയായിട്ടും എക്കാലത്തും എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, അതായത് മലയാളി എല്ലാ ദിവസവും ഏതെങ്കിലുമൊക്കെ മലയാളി പറയുന്ന ഡയലോഗുകൾ അത് തീർച്ചയായിട്ടും ശ്രീനിവാസൻ അവതരിപ്പിച്ച കഥാപാത്രങ്ങളുടേതാണ്. എല്ലാത്തിനും അതിൻ്റെ സമയമുണ്ട് ദാസ എന്ന പ്രയോഗം ഒരു ദിവസം ഉപയോഗിക്കാത്ത മലയാളികൾ വളരെ കുറവാണ്. ഞാൻ പോളിടെക്നിക്കിലൊന്നും പഠിച്ചിട്ടില്ല എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ഷേപഹാസ്യം അടക്കമുള്ള അങ്ങനെ ഒട്ടനേകം കമൻറ്റുകളുണ്ട്, സന്ദേശത്തിലെ കമൻറ്റുകളുണ്ട്. അങ്ങനെ ഒരുപാട് ഡയലോഗുകൾ, സമൃദ്ധമായിട്ടുള്ള ഡയലോഗുകൾ ശ്രീനിവാസനെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ഭാഗ്യലക്ഷ്മി ചേച്ചിക്കും അതോടൊപ്പം കമൽ സാറിനുമൊക്കെ അവരുടെ ജീവിതം കൊണ്ട് തന്നെ അദ്ദേഹവുമായിട്ടുള്ള അടുപ്പം അവർ പറഞ്ഞു കഴിഞ്ഞു. എന്നെപ്പോലൊരു ശരാശരി മലയാളിയുടെ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഏതാണ്ട് അരനൂറ്റാണ്ട് കാലത്തോളം നമ്മളെ ചിന്തിപ്പിക്കുകയും നമ്മളെ ചിരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു മഹാനായ നടൻ്റെ വിയോഗം തീർച്ചയായും അങ്ങേയറ്റം വേദനാജനകം തന്നെ. യെസ്, ശ്രീ കമൽ, ഒരുപക്ഷെ വലിയ നായകന്മാർ മാത്രം പാടി അഭിനയിച്ചിരുന്ന കാലഘട്ടത്തിലൊക്കെ ശ്രീനിവാസൻ വന്ന് താങ്കളുടെ സിനിമയിൽ നല്ല പാട്ട് പാടി അഭിനയിച്ചു. ഈ പവിഴമല്ലി എന്നുള്ള പാട്ട് പെട്ടെന്ന് എൻ്റെ ഓർമ്മയിലേക്ക് വന്നുകൊണ്ടാണ് പാവം രാജകുമാരിലെ പാട്ടും കൂടി റെഫറൻസായി ഞാൻ എടുത്തത്. ഒരു സാഹസമായിരുന്നോ ശ്രീനിവാസനെ കൊണ്ട് അത് പാടിക്കാൻ? ഇല്ല, ശ്രീനിവാസൻ ആ കഥാപാത്രമായിട്ട് ചേർന്ന് കഴിഞ്ഞപ്പോൾ പാതിമയും പറഞ്ഞത് എന്നുള്ള ആ പാട്ടാണ് ഉദ്ദേശിച്ചത് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് അദ്ദേഹം അതേപോലെ ആ കവിത അങ്ങനെ പാടി ഇത് അഭിനയിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രണയം അദ്ദേഹത്തിൻ്റെ മുഖത്ത് വന്നു എന്നുള്ളതാണ്. സാധാരണ ശ്രീനിക്ക് പ്രണയം അധികം വരാറില്ല. ഇപ്പോൾ പൗഴമല്ലി എന്നുള്ള ആ പാട്ടിൽ കുറച്ച് പ്രണയം ഉണ്ടെങ്കിലും അതിനകത്ത് ഒരു എന്താ പറയുക കോമഡിയിലൂടെയാണ് ആ പ്രണയം ഇൻസ്പെക്ടർ അത് അവതരിപ്പിക്കുന്നത്. പക്ഷേ പാവമ്പാൻ രാജകുമാരനെ അയാൾ പാടുമ്പോൾ യഥാർത്ഥ പ്രണയം ഉള്ളിൽ നിന്ന് ഇങ്ങനെ തികട്ടി വരുന്ന വരി ആ മുഖത്ത് കാണാൻ കഴിയും. അപ്പോൾ അത് ശ്രീനിവാസൻ അനായാസേന ചെയ്തിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. പല സിനിമകളിലും അദ്ദേഹം പാടി അഭിനയിക്കുമ്പോൾ തന്നെ നമുക്കത് കാണാൻ കഴിയും. ഇതല്ലാത്ത പല സിനിമകളും ഉണ്ടല്ലോ. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ശ്രീനിവാസനെ കുറിച്ച് നോക്കുമ്പോൾ ശ്രീനിവാസൻ്റെ ജീവിതം തുടങ്ങിയത് വളരെ ഗൗരവമുള്ള സിനിമയിലൂടെയാണ്. ഒരുപക്ഷെ ആ വഴിക്ക് അദ്ദേഹം സഞ്ചരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഭരത് അവാർഡൊക്കെ അത്രമാത്രം ഒരു വലിയ അംഗീകാരങ്ങൾ കിട്ടുന്ന ഒരു നടനായിട്ട് അദ്ദേഹം വലിയ ഉയരങ്ങളിലെത്തുമായിരുന്നു. പക്ഷേ അദ്ദേഹം തിരഞ്ഞെടുത്ത വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുമായിട്ട് സംവദിക്കുന്ന സിനിമകളിലൂടെ അദ്ദേഹത്തെ അടയാളപ്പെടുത്താനാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത്തരം കഥാപാത്രങ്ങളിലേക്ക് വരികയും ഒരുപക്ഷെ വലിയ പുരസ്കാരങ്ങൾ ഒരു നടൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ലായിരിക്കും. പക്ഷേ മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്, മികച്ച തിരക്കഥാകൃത്തിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്, അത്തരം കുറേ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പുരസ്കാരങ്ങൾക്കൊക്കെ അപ്പുറത്ത് അദ്ദേഹത്തെ അടയാളപ്പെടുത്തുന്നത് ജനമനസ്സിൽ അദ്ദേഹം ജീവിക്കുക എന്നുള്ളതാണ്. അതിനിയും ഒരുപാട് വർഷം ശ്രീനിവാസൻ ജീവിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഇതേ കാര്യം തന്നെയാണ് താങ്കളോടും ചോദിക്കാനുള്ളത്. ഒരുപക്ഷെ വടക്ക് നോക്കി യന്ത്രം എന്ന സിനിമയിൽ ഡബ് ചെയ്ത നായികയ്ക്ക് ഡബ് ചെയ്യുമ്പോൾ ഇപ്പുറത്ത് ശ്രീനിവാസൻ്റെ ഡബ്ബിങ്ങിലെ ഭാഗമാണല്ലോ ഏറ്റവും ആദ്യം സിനിമ തുടങ്ങുമ്പോൾ തൊട്ടിങ്ങോട്ട് വരുന്നത്. സിനിമ കാണുമ്പോഴെങ്കിലും ഞാൻ ഇങ്ങനെയുള്ള ഒരാളാണ്, ഇതൊരു രോഗമാണോ ഡോക്ടർ,
എന്താണ് ഇതിനകത്ത് വീക്കോ ടർമറിക് ഉപയോഗിച്ചാൽ മതിയോ എന്നൊക്കെ ചോദിക്കുന്ന ആ ശ്രീനിവാസൻ ആ പ്രത്യേക ശൈലിയിൽ, കണ്ണൂർ ഭാഷയിൽ, ആ നടനാണ് ഇപ്പോൾ ഈ രീതിയിലേക്കൊക്കെ എത്തിയത് എന്ന് പറയുന്നത്. സിനിമയെ കീഴടക്കിയ നായകൻ്റെ കഥാപാത്രമൊക്കെ അവതരിപ്പിച്ച് വന്നത്. ഭാഗ്യലക്ഷ്മി അവസാനമായി തുടങ്ങിയത് ഭാഗ്യലക്ഷ്മിയാണ്. ഈ ചർച്ച അവസാനിക്കുമ്പോൾ എന്ത് പറഞ്ഞ് അവസാനിപ്പിക്കും? ഒരുപാട് ഓർമ്മകൾ, മനോഹരമായ ഓർമ്മകൾ ബാക്കി വെച്ചിട്ടാണ് ശ്രീനേട്ടൻ പോയിരിക്കുന്നത്. ഓരോ സിനിമ, എനിക്ക് തോന്നുന്നു ശ്രീനേട്ടൻ്റെ ജീവിതത്തിലെ മികച്ച കഥാപാത്രങ്ങൾ ചെയ്ത സിനിമകളെ ഒട്ടുമിക്ക സിനിമകൾക്കും എനിക്ക് ഡബ് ചെയ്യാൻ സാധിച്ചു എന്നത് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷവും ഒരു ഭാഗ്യവുമായി ഞാൻ കാണുന്നു. ഒരിക്കൽ മുത്തശ്ശി കഥ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കാനായിട്ട് ഞങ്ങളന്ന് മൂന്നാറായിരുന്നു അതിൻ്റെ ഷൂട്ടിംഗ്. അപ്പോൾ ശ്രീനേട്ടനെ അവിടെ വെച്ച് കണ്ടപ്പോൾ ശ്രീനേട്ടൻ പെട്ടെന്ന് നീ ഇതിൽ അഭിനയിക്കുന്നുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു അഭിനയിക്കുന്നുണ്ട്. നീ ഇങ്ങനെ അഭിനയിക്കാനൊക്കെ തയ്യാറാണെങ്കിൽ ഞാൻ അന്നേ ഇതിനെ അഭിനയിക്കാൻ വിളിക്കുമായിരുന്നല്ലോ. അപ്പോൾ അന്ന് ശ്രീനേട്ടൻ ഭയങ്കരമായിട്ട് സ്മോക്ക് ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് നല്ല വിഷമം തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു, ശ്രീനേട്ട എന്തിനാ ശ്രീനേട്ട ഇങ്ങനെ കണ്ടിന്യൂസ്ലി സ്മോക്ക് ചെയ്യുന്നത്? ശ്രീനേട്ടനെ ഞങ്ങൾക്ക് വേണം, ഇനിയും വേണം എന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചിട്ട് ഓക്കെ ഞാൻ നിർത്താം എന്നൊക്കെ പറഞ്ഞു. ഇപ്പം ശ്രീനേട്ടൻ വളരെ നേരത്തെ നമ്മളെ വിട്ട് പോയി എന്ന് എനിക്ക് തോന്നുന്നു. ഈ അവസാനമൊക്കെ എല്ലാവരെയും കാണാനൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ആളുകൾ വീട്ടിൽ അന്വേഷിച്ച് പോകുന്നതൊക്കെ ഒരുപാട് സന്തോഷമുള്ള കാര്യമായിരുന്നു. അങ്ങനെ ശ്രീനേട്ടനെ കുറിച്ച് പറഞ്ഞാലും തീരാത്ത ഒരുപാട് സന്തോഷമുള്ള ഓർമ്മകൾ ബാക്കി വെച്ച് ശ്രീനേട്ടൻ പോയി. യെസ്, ഒരുപാട് വാക്കുകൾ ഉപയോഗിച്ചൊരു ഉപസംഹാരം നടത്തി ഈ ചർച്ച വല്ലാത്ത നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകാനോ താഴ്ത്താനോ ഒന്നും ഞാൻ തയ്യാറാകുന്നില്ല. ഇവിടെ ഇപ്പോൾ ശ്രീ കമൽ, ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഡോക്ടർ ഷിജു ഖാൻ എല്ലാവരും ഈ കേരളത്തിൻ്റെ ഓരോ ക്രോസ് സെക്ഷനെ പ്രതിനിധീകരിച്ച് ഇവിടെ ശ്രീനിവാസനെ ഓർത്ത് പറഞ്ഞു കഴിഞ്ഞു. അവർക്ക് ഇനിയും പറയാനുണ്ട്. ഈ ഒരു മണിക്കൂറിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ബന്ധമുള്ളവരല്ല, അത്രയും കുറഞ്ഞ ബന്ധമുള്ളവരല്ല ശ്രീനിവാസനുമായി ഈ പറഞ്ഞ ആളുകളൊക്കെ തന്നെ. അതിനപ്പുറം അവർക്ക് വ്യക്തിപരമായി തന്നെ ഇനിയും ശ്രീനിവാസനുമായി ചേർന്ന് എന്തൊക്കെ പ്രോജക്റ്റുകളിലേക്ക് സഹകരിക്കാമായിരുന്നു, എന്തൊക്കെ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്, ഏതുവരെ എത്തിയതാണ്. ഇപ്പോൾ ശ്രീനിവാസൻ കുറച്ച് നേരത്തെ ആയിപ്പോയോ നമ്മളെ വിട്ടുപോയത്? അദ്ദേഹം തന്നെ അത് വളരെ ഗൗരവമായി എടുത്തില്ലേ? ഭാഗ്യലക്ഷ്മി ചൂണ്ടിക്കാട്ടിയതുപോലെ പുകവലിയുടെ കാര്യത്തിൽ അദ്ദേഹത്തെ പലരും ഉപദേശിച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്തായാലും ശ്രീനിവാസൻ എന്ന നടൻ, തിരക്കഥാകൃത്ത്, സംവിധായകൻ ഇനി നമ്മുടെ മുമ്പിൽ അദ്ദേഹം ഇല്ല. പക്ഷേ ശ്രീ കമൽ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ആ ശ്രീ ഒരിക്കലും നമ്മളെ വിട്ടു പോവില്ല, മായില്ല, നമ്മളോടൊപ്പം എന്നും ഉണ്ടാകും. ആ വിശ്വാസത്തിൽ തന്നെ മലയാള സിനിമയിൽ കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. വളരെ നന്ദി. ചർച്ചയിൽ ചേർന്നതിന് ശ്രീ കമൽ, ഭാഗ്യലക്ഷ്മി, ഡോക്ടർ ഷിജു ഖാൻ. ന്യൂസ് അവസാനിക്കുകയാണ്.